ഹലോ, നമ്മളിന്ന് LSGSന്റെ സ്പെഷ്യൽ ടോപ്പിക്കാണ് എടുക്കുന്നത്. അപ്പം നമ്മളിതിന് മുമ്പ് 2 ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. നഗരവൽക്കരണവുമായി ബന്ധപ്പെട്ട 2 ക്ലാസ്സുകളാണല്ലോ എടുത്തിരുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ നഗരവൽക്കരണം അല്ല എടുക്കുന്നത്. ഇന്ന് നമ്മൾ എടുക്കുന്നത് എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ പൊളിറ്റി അല്ലേ, ഇന്ത്യൻ പൊളിറ്റിയുടെ ചരിത്രം, അതിൻ്റെ അതിനെക്കുറിച്ചൊക്കെയുള്ള ക്ലാസ്സാണ് എടുക്കുന്നത്. അതും സ്പെഷ്യൽ ടോപ്പിക്കിൽ തന്നെ വരുന്നതാണ്. അപ്പോൾ നമ്മൾ മുമ്പ് പഠിച്ച നഗരവൽക്കരണത്തിൽ ഞാൻ നിങ്ങളോട് ഒന്ന് ചോദ്യം ചോദിക്കാം അല്ലേ. നമ്മളെല്ലാ ക്ലാസ്സിനും അങ്ങനെ ഇപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. കാരണം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയിലുണ്ടോ എന്ന് അറിയണ്ടേ, മറന്നു പോകാൻ പാടില്ലല്ലോ. എക്സാം വളരെ 1 മാസം കൂടി ഉള്ളൂ അല്ലേ നമുക്ക് എക്സാമിന്. അപ്പം അതിനു വേണ്ടി ഞാൻ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. അതായത് എത്ര കാറ്റഗറി ആയിട്ടാണ് ഇന്ത്യൻ നഗരങ്ങളെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ തിരിച്ചിട്ടുള്ളത്? ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ നഗരങ്ങളെ എത്ര കാറ്റഗറി ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്? 6 കാറ്റഗറി ആയിട്ടാണ് അല്ലേ തിരിച്ചിട്ടുള്ളത്. കാറ്റഗറി 1 മുതൽ കാറ്റഗറി 6 വരെയുണ്ട്. അതിൽ കാറ്റഗറി 6 എന്ന് പറഞ്ഞാൽ എന്താണ്? ജനസംഖ്യ 5000-ൽ കുറവുള്ള നഗരങ്ങളെയാണ് അല്ലേ നമ്മൾ കാറ്റഗറി 6-ൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ കാറ്റഗറി 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,00,000-ലധികം ജനസംഖ്യയുള്ള നഗരങ്ങളെയാണ് നമ്മൾ കാറ്റഗറി 1-ൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് ഓർമ്മയില്ലേ? ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഇന്ത്യയിൽ നമ്മുടെ 2011-ലെ സെൻസസ് അനുസരിച്ചാണ് എല്ലാ കണക്കുകളും പറയുന്നത്. കാരണം 2021-ൽ ഇപ്പോൾ സെൻസസ് നടന്നിട്ടില്ല. അതുകൊണ്ട് 2011-ലെ സെൻസസ് അടിസ്ഥാനമാക്കി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നഗര ജനസംഖ്യയുള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നഗര ജനസംഖ്യയുള്ള സംസ്ഥാനം ഏതാണ്? ഗോവയാണ് അല്ലേ. ഗോവയിലെ നഗര ജനസംഖ്യ എത്ര ശതമാനമാണ്? 62.16%. 62.16%. അപ്പോൾ ഇന്ത്യയിലെ നഗര ജനസംഖ്യയോ? ഗോവയുടെ നഗര ജനസംഖ്യയുടെ പകുതി അല്ലേ. അതായത് ഗോവയിൽ 62.16 ആണെങ്കിൽ ഇന്ത്യയിൽ 31, 62-ന്റെ നേരെ പകുതി 31.16% ഇന്ത്യയിലെ നഗര ജനസംഖ്യ എന്ന് പറയുന്നത്. അപ്പൊ കേരളത്തിന് എത്രാമത്തെ സ്ഥാനമാണ്? നഗര ജനസംഖ്യയിൽ കേരളത്തിന് 3-ാമത്തെ സ്ഥാനമാണ് അല്ലെ. 3-ാമത്തെ സ്ഥാനമാണ്, സംസ്ഥാനങ്ങളിൽ 3-ാമത്തെ സ്ഥാനമാണ്. എന്നാൽ വലിയ സംസ്ഥാനങ്ങളിൽ എന്നെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിന് സ്ഥാനം 2-ാം സ്ഥാനമാണ്. കാരണം ഗോവ എന്ന് പറയുന്നത് ചെറിയ സംസ്ഥാനമാണ്. അപ്പൊ അതുകൊണ്ട് വലിയ സംസ്ഥാനങ്ങളിൽ എന്നെടുത്ത് ചോദിച്ചാൽ കേരളത്തിന്റെ സ്ഥാനം 2-ാം സ്ഥാനമാണ്. കേരളത്തിന്റെ നഗര ജനസംഖ്യ എത്ര ശതമാനമാണ്? കേരളത്തിന്റെ നഗര ജനസംഖ്യ 47.72%. 47.72% കേരളത്തിന്റെ നഗര ജനസംഖ്യ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ കേരളത്തെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു വെക്കണം, മറന്നു പോകരുത്. അതേപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നഗര ജനസംഖ്യയുള്ള ജില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എറണാകുളമാണ്. ഏറ്റവും കുറവ് നഗര ജനസംഖ്യയുള്ള ജില്ല വയനാടാണ്. ഏറ്റവും കൂടുതൽ പട്ടണങ്ങളുള്ള ജില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂരാണ് അല്ലെ. ഏറ്റവും കൂടുതൽ പട്ടണങ്ങളുള്ള ജില്ല തൃശ്ശൂരാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഞാൻ ഓടിച്ചു പറഞ്ഞുള്ളൂ. അതിന് മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, പലതരത്തിൽ നഗരങ്ങൾ രൂപം കൊള്ളുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2-ാം നഗരവൽക്കരണത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2-ാം നഗരവൽക്കരണം ഏത് നൂറ്റാണ്ടിലാണ്? BC 6-ാം നൂറ്റാണ്ടിലാണ്. BC 600 മുതൽ 300 വരെയുള്ള കാലഘട്ടത്തിലാണ്. ഈ 2-ാം നഗരവൽക്കരണത്തിന് ഉണ്ടായ പ്രധാന കാരണം എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇരുമ്പിന്റെ കണ്ടുപിടുത്തമായിരുന്നു. പിന്നെ പലതരത്തിൽ നഗരങ്ങൾ രൂപം കൊള്ളും. അതിനനുസരിച്ച് നമ്മൾ പലതായി തിരിച്ചു. അപ്പൊ അതിൽ കോയമ്പത്തൂര്, ഹുഗ്ലിയൊക്കെ എങ്ങനെ രൂപം കൊണ്ട, എന്തിനെ ആധാരമാക്കി രൂപം കൊണ്ട നഗരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യവസായ കേന്ദ്രങ്ങളെ ആധാരമാക്കി രൂപം കൊണ്ട നഗരമാണ്. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ്, അലിഗഡ് എന്തിനെ ആധാരമാക്കിക്കൊണ്ട് രൂപം കൊണ്ട നഗരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിദ്യാഭ്യാസ സ്ഥാപനത്തെ ആധാരമാക്കിക്കൊണ്ടാണ്. ഇപ്പൊ നൈനിറ്റാൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുഖവാസ കേന്ദ്രത്തെ ആധാരമാക്കിക്കൊണ്ട് രൂപം കൊണ്ട നഗരമാണെന്ന് പറയുന്നത്. മധുര പറയുകയാണെന്നുണ്ടെങ്കിൽ അത് തീർത്ഥാടന കേന്ദ്രത്തെ അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ ആധ്യാത്മിക കേന്ദ്രം എന്ന നിലയിൽ രൂപം കൊണ്ട ഒരു നഗരമാണ്. അതേപോലെ തന്നെയാണ് വൈശാലി എന്ന് പറയുന്നത് ബുദ്ധന്റെ ജന്മസ്ഥലമാണ്. അതും ആധ്യാത്മിക കേന്ദ്രം എന്ന നിലയിൽ രൂപം കൊണ്ട ഒരു നഗരമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിലും പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ഇന്ന് നമ്മൾ എടുക്കുന്നത് എന്താണ്? പൊളിറ്റി, ഇന്ത്യൻ പൊളിറ്റിനെ കുറിച്ചിട്ടാണ് അല്ലെ. എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ പൊളിറ്റി, ഇന്ത്യൻ ഭരണ സംവിധാനത്തിന്റെ ചരിത്രം നമ്മളൊന്ന് നോക്കി പോകാണ്. നമ്മുടെ ഈ സ്പെഷ്യൽ ടോപ്പിക്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പൊ ഇന്ത്യൻ ഭരണ സംവിധാനത്തിന്റെ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദകാലഘട്ടം മുതൽ തന്നെ പഴക്കമുള്ളതാണ്. നമ്മളിപ്പോൾ നഗരവൽക്കരണം എന്ന് പറയുമ്പോഴും പണ്ട് കാലത്ത് വേദകാലഘട്ടത്തിൽ തന്നെ ചെറിയ രീതിയിലുള്ള നഗരങ്ങളൊക്കെ രൂപം കൊണ്ടിരുന്നു അല്ലെ. അതേപോലെ തന്നെ ഇന്ത്യയുടെ ഭരണ സംവിധാനത്തിനും വേദകാലഘട്ടം മുതൽ തന്നെ ഒരു പഴക്കമുണ്ട്. അപ്പൊ ഇന്നത്തെ രീതിയിലുള്ള വലിയ രീതിയിലുള്ള ഒരു ഭരണ സംവിധാനം അല്ലെങ്കിൽ പോലും അവിടെ ചെറിയ നാട്ടു കൂട്ടങ്ങളും അല്ലെങ്കിൽ ഒരുപാട് കുഞ്ഞു ഗ്രൂപ്പുകളും അതിന്റെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ രീതിയിലുള്ള ഭരണ സംവിധാനങ്ങളും എല്ലാം തന്നെ വേദകാലഘട്ടം മുതൽ തന്നെ നിലനിന്നിരുന്നു.
വേദകാലഘട്ടത്തിൽ നമ്മൾക്ക് രേഖകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് വേദകാലഘട്ടത്തിൽ 2 ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു, അല്ലെ 2 തരത്തിൽ ഇതിനെ തിരിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതൊന്ന് ഓർത്തു വയ്ക്കുക, സഭ എന്നും സമിതി എന്നും. അപ്പൊ ഈ വേദകാലഘട്ടത്തിൽ ഇത് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. വേദകാലഘട്ടത്തിൽ സമൂഹങ്ങളെ 2ആക്കി തിരിച്ചിരുന്നു. ഒന്ന് സഭ എന്നും ഒന്ന് സമിതി എന്നും 2 തട്ടുകളാക്കിയിട്ട് തിരിച്ചിരുന്നു, വേർതിരിച്ചിരുന്നു എന്ന് മനസ്സിലാക്കുക. സഭ എന്നും സമിതി എന്നും. ഈ സഭ എന്ന് പറയുന്നത് എൽഡേഴ്സിന്റെ ഒരു കൂട്ടമാണ് സഭ എന്ന് പറയുന്നത്. സമിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ജനങ്ങളുടെ ഒരു കൂട്ടമാണ്. അസംബ്ലി ഓഫ് പീപ്പിൾ ആണ് എന്തെന്ന് പറയുന്നത് സമിതി എന്ന് പറയുന്നത്. അസംബിൾ ഓഫ് എൽഡേഴ്സ് ആണ് സഭ എന്ന് പറയുന്നത്. അപ്പൊ വേദകാലഘട്ടത്തിലെ നമ്മുടെ ഭരണ സംവിധാനത്തിൽ നമുക്ക് അത് മാത്രമേ പഠിക്കാനുള്ളൂ. സഭ എന്നും സമിതി എന്നും പറഞ്ഞ് വേർതിരിച്ചിരുന്നു. കിട്ടിയോ? വേദകാലഘട്ടത്തോളം നമ്മുടെ ഇന്ത്യൻ ഭരണ സംവിധാനത്തിന് പഴക്കമുണ്ട്. വേദകാലഘട്ടത്തിൽ സഭ എന്നും സമിതി എന്നും പറഞ്ഞ് 2 ഗ്രൂപ്പുകളായി തിരിച്ചിരുന്നു. കിട്ടിയില്ലേ അത്? അതിൽ സഭ എന്ന് പറയുന്നത് എൽഡേഴ്സിന്റെ അസംബ്ലിയാണ്, എന്നാൽ സമിതി എന്ന് പറയുന്നത് അസംബ്ലി ഓഫ് പീപ്പിൾസ് ആണ്. അത്രയും കാര്യം ഓക്കെ അല്ലേ? ഇനി അടുത്തത് നമ്മുടെ നിയമദാതാവ് എന്ന് പറയുന്നത് ആരാണ്? ഇന്ത്യയുടെ നിയമദാതാവ്, ഏറ്റവും ആദ്യത്തെ നിയമദാതാവ് എന്ന് പറയുന്നത് മനു ആണ് അല്ലെ. നമ്മൾ അംബേദ്കറെ അടക്കം ആധുനിക മനു എന്ന് പറഞ്ഞാണ് വിശേഷിപ്പിക്കുന്നത് അല്ലെ. അംബേദ്കറെ നമ്മൾ എന്താണ് പറയുന്നത്? ആധുനിക മനു എന്നല്ലേ പറയുന്നത്. അപ്പൊ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ നിയമദാതാവ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനു ആണ്. ഈ മനുവിന്റെ കാലഘട്ടത്തിലും സ്റ്റേറ്റ് എന്നൊരു സംവിധാനം നിലനിന്നിരുന്നു എന്നാണ് പറയുന്നത്. മനുവിന്റെ കാലഘട്ടത്തിലും സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംവിധാനം നിലനിന്നിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ രാമായണം എടുക്കുകയാണെങ്കിലും മഹാഭാരതം എടുത്ത് പരിശോധിക്കുകയാണെങ്കിലും ഒക്കെ തന്നെ അവിടെയൊക്കെ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? ഇത്തരത്തിലുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഭരണ സംവിധാനം കാണാൻ സാധിക്കും ഇല്ലേ. പല ഒരുപാട് രാജാക്കന്മാരുണ്ട്. ആ രാജാക്കന്മാരുടെ കീഴിലെല്ലാം കൃത്യമായിട്ടുള്ള വിസ്തൃതിയിലുള്ള പ്രദേശങ്ങളുണ്ട് അല്ലെ. അവിടുത്തെ ഭരണങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി പലതരത്തിലുള്ള ആളുകളുണ്ട്, സൈന്യങ്ങളുണ്ട്, നികുതികളുണ്ട്. രാജാവിൻ്റെയൊക്കെ ചെലവുകൾ വഹിക്കുന്നതിന് വേണ്ടിയിട്ട് നികുതികളുണ്ട് അല്ലെ. ഇത്തരത്തിലുള്ള ഭരണ സംവിധാനം നമ്മുടെ മഹാഭാരതമാണെങ്കിലും അതേപോലെ തന്നെ രാമായണാണെങ്കിലും ഒക്കെ നമുക്ക് അതിൽ കാണാനും സാധിക്കും. ഇനി ഇന്ത്യയുടെ ഭരണ സംവിധാനത്തിന് പ്രചോദനം നൽകിയ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് ഇത് തൊട്ടാണ് നമുക്ക് കുറച്ചും കൂടി നന്നായി പഠിക്കാനുള്ളത്. ഇന്ത്യയുടെ ഭരണ സംവിധാനത്തിന് പ്രചോദനം നൽകിയ ഗ്രന്ഥങ്ങൾ 3 ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനം എന്താണ്? കൗടില്യന്റെ അർത്ഥശാസ്ത്രം. കൗടില്യന്റെ അർത്ഥശാസ്ത്രം നമ്മൾ എക്കണോമിക്സ് തൊട്ട് പഠിച്ചു വരുന്നതാണ് അല്ലെ. കൗടില്യന്റെ അർത്ഥശാസ്ത്രം. ആരാണ് ഈ കൗടില്യൻ എന്ന് പറയുന്നത്? നമ്മുടെ മൗര്യ സാമ്രാജ്യത്തിലെ മൗര്യ സാമ്രാജ്യം കേൾക്കാത്ത ഉണ്ടാവില്ലല്ലോ. നമ്മൾ ഇപ്പോൾ PSCക്ക് പഠിച്ചില്ലെങ്കിൽ നമ്മൾ സ്കൂൾ കാലഘട്ടങ്ങളിൽ കേട്ടിട്ടുണ്ടാവും. മൗര്യ സാമ്രാജ്യം, ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ സാമ്രാജ്യം എന്ന് പറയുന്നത് മൗര്യ സാമ്രാജ്യമാണ് പറയുന്നത്. ഈ മൗര്യ സാമ്രാജ്യം ആരാണ് സ്ഥാപിച്ചത്? ചന്ദ്രഗുപ്ത മൗര്യനാണ് അല്ലെ മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചത്. ഈ ചന്ദ്രഗുപ്ത മൗര്യന്റെ പ്രധാനമന്ത്രി എന്നറിയപ്പെട്ട വ്യക്തിയാണ് ഈ കൗടില്യൻ അഥവാ ചാണക്യൻ എന്നൊക്കെ പറയുന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഈ അർത്ഥശാസ്ത്രം എന്ന് പറയുന്നത്. PSCക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചോദ്യമായിരുന്നു അർത്ഥശാസ്ത്രം ആരാണ് എഴുതിയത്? കൗടില്യൻ എന്ന് വരാം, അല്ലെങ്കിൽ ചാണക്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും രണ്ടും ഒരാൾ തന്നെയാണ്. എക്കണോമിക്സ് ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട് അർത്ഥശാസ്ത്രം എഴുതിയത് ആരാണെന്ന് അല്ലെ. കാരണം നമ്മുടെ ഈ ചന്ദ്രഗുപ്ത മൗര്യന് അദ്ദേഹത്തിന്റെ സാമ്രാജ്യം വലിയ രീതിയിൽ വിസ്തൃതി പ്രാപിക്കാൻ അല്ലെങ്കിൽ വലിയ രീതിയിൽ നല്ലൊരു ഭരണ സംവിധാനം കാഴ്ചവെക്കാൻ സഹായിച്ചത് ഈ കൗടില്യന്റെ അർത്ഥശാസ്ത്രവും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ തത്വചിന്തകളും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളാണ്. അപ്പൊ ഈ എക്കണോമിക്സ് എന്ന് മാത്രമല്ല എല്ലാ മേഖലയിലും അദ്ദേഹത്തിന്റെ സംഭാവനകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ ചന്ദ്രഗുപ്ത മൗര്യന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള കൗടില്യന്റെ യഥാർത്ഥ നാമം എന്താണ്? വിഷ്ണുഗുപ്തൻ എന്നായിരുന്നു. അദ്ദേഹം ഒരുപാട് മേഖലയിൽ നമുക്ക് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. തത്വചിന്തയിൽ നൽകിയിട്ടുണ്ട്, അതേപോലെ തന്നെ സാമ്പത്തിക ശാസ്ത്രത്തില്, നിയമത്തില്, രാജഭരണത്തിലെല്ലാം തന്നെ ഒരുപാട് സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് ആര്? നമ്മുടെ കൗടില്യൻ അല്ലെങ്കിൽ ചാണക്യൻ അല്ലെങ്കിൽ വിഷ്ണുഗുപ്തൻ എന്ന് പറയുന്ന ഈ വ്യക്തി. അപ്പൊ ഇദ്ദേഹത്തിന്റെ അർത്ഥശാസ്ത്രം, ഒന്നാമത്തെ ഗ്രന്ഥമാണ് കൗടില്യന്റെ അർത്ഥശാസ്ത്രം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഭരണ സംവിധാനത്തിന് പ്രചോദനം നൽകിയ ഒരു ഗ്രന്ഥമാണ്. അടുത്തത് മെഗസ്തനീസിന്റെ ഇന്ത്യക്ക എന്ന് പറയുന്നത്. ഈ ഇന്ത്യക്ക എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാലേ, ഇന്ത്യനെ കുറിച്ചൊരു എഴുതിയൊരു ഗ്രന്ഥമാണ് മെഗസ്തനീസ്. ഇന്ത്യയെ കുറിച്ച് എഴുതിയൊരു ഗ്രന്ഥമാണ് ഇന്ത്യക്ക എന്ന് പറയുന്നത്. ഈ മെഗസ്തനീസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇന്ത്യക്കാരനല്ല, ഗ്രീക്ക് യാത്രികനാണ്. അതേപോലെ തന്നെ ഗ്രീക്ക് ഭൂമി ശാസ്ത്രജ്ഞൻ
എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഈ ആരെന്ന് പറയുന്നത്, മെഗസ്തനീസ് എന്ന് പറയുന്നത്. അദ്ദേഹം നമ്മുടെ ഈ ചന്ദ്രഗുപ്ത മൗര്യന്റെ സാമ്രാജ്യത്തിൽ അല്ലെങ്കിൽ ഈ കൊട്ടാരത്തിലെത്തി. അദ്ദേഹം ആദ്യം പാടലീപുത്രത്തിലാണ് എത്തിയത്. പാടലീപുത്രം എന്ന് പറയുന്നത് ഈ ചന്ദ്രഗുപ്ത മൗര്യന്റെ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമാണ് പാടലീപുത്ര എന്ന് പറയുന്നത്. ആ പാടലീപുത്രത്തിലെത്തി. അങ്ങനെ ഈ പ്രദേശങ്ങളെല്ലാം തന്നെ അദ്ദേഹം കാൽനടയായിട്ട്, ഇന്ത്യയിലെ പല പ്രദേശങ്ങളും അദ്ദേഹം കാൽനടയായി സന്ദർശിച്ചുകൊണ്ടാണ് അവിടുത്തെ ഓരോ കാര്യങ്ങളും ഇതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. കേരളത്തെക്കുറിച്ച് സൂചന നൽകുന്ന ആദ്യത്തെ വിദേശ സഞ്ചാരിയും ആര് തന്നെയാണ്? ഈ മെഗസ്തനീസ് തന്നെയാണ്. കേരളത്തെക്കുറിച്ച് സൂചന നൽകുന്ന ആദ്യത്തെ വിദേശ സഞ്ചാരി എന്ന് പറയുന്നതും ഈ മെഗസ്തനീസ് തന്നെ. അദ്ദേഹം ഭാരതത്തിലുടനീളം കാൽനടയായിട്ട് സഞ്ചരിച്ചിട്ടാണ് വിവരങ്ങൾ ശേഖരിച്ചതും എഴുതി തയ്യാറാക്കിയതും. സിന്ധു ഗംഗാ തടത്തിലെ ജനങ്ങളുടെ ജീവിത രീതിയെക്കുറിച്ചും കാലാവസ്ഥയെക്കുറിച്ചും എല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ഈ ഇന്ത്യയിൽ പരാമർശിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്ത്യയെ കുറിച്ചിട്ട്, അക്കാലഘട്ടത്തിലെ ഇന്ത്യയെ കുറിച്ചിട്ട് എവിടെ നിന്നൊക്കെയാണ് വിവരം കിട്ടുന്നത്? ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങളിൽ നിന്നാണ് അല്ലെ. അപ്പോൾ ഒന്നാമതായി നമ്മൾ പറഞ്ഞത് കൗഡില്യന്റെ അർത്ഥശാസ്ത്രം, രണ്ടാമതായിട്ട് പറഞ്ഞത് നമ്മുടെ ഈ ഗ്രീക്ക് യാത്രികനായിട്ടുള്ള മെഗസ്തനീസിന്റെ ഇന്ത്യക്ക എന്നുള്ള ബുക്ക്. ഇനി മൂന്നാമതായി പറയുന്നത് വിശാഖദത്തന്റെ മുദ്രരാക്ഷസം. മൂന്നാമത്തെ കൃതി വിശാഖദത്തന്റെ മുദ്രരാക്ഷസം. ഈ മുദ്രരാക്ഷസം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു നാടകമാണ്. അതായത് വിശാഖദത്തൻ സംസ്കൃതത്തിൽ എഴുതിയ ഒരു നാടകമാണ്, ചരിത്ര നാടകമാണ് മുദ്രരാക്ഷസം എന്ന് പറയുന്നത്. അപ്പൊ ഈ മുദ്രരാക്ഷസത്തിലും എന്തിനെ കുറിച്ച് തന്നെയാണ്? ഈ ചന്ദ്രഗുപ്ത മൗര്യൻ ഇങ്ങനെ ഒരു സാമ്രാജ്യം ഉണ്ടാക്കിയതും അതിന്റെ ഉയർച്ചയെ കുറിച്ചെല്ലാം തന്നെയാണ് എന്തിലും പറയുന്നത്? ഈ വിശാഖദത്തന്റെ മുദ്രരാക്ഷസത്തിലും പറയുന്നത്. അപ്പൊ ഈ മൂന്ന് ഗ്രന്ഥങ്ങളിൽ നമുക്ക് എന്ത് കിട്ടും? പുരാതന ഇന്ത്യയുടെ ചരിത്രം അല്ലെങ്കിൽ ഭരണ സംവിധാനത്തെ കുറിച്ചൊക്കെയുള്ള വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ ഈ മൂന്ന് കൃതികൾ ഓർത്തു വെക്കണം. ഒന്നാമതായിട്ട് നമ്മൾ പറഞ്ഞത് കൗഡില്യന്റെ അർത്ഥശാസ്ത്രം. അപ്പൊ കൗഡില്യൻ, ചാണക്യൻ അല്ലെങ്കിൽ വിഷ്ണുഗുപ്തൻ എന്നൊക്കെ പറയുന്നത് ഈ ചന്ദ്രഗുപ്ത മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ച വ്യക്തിയാണ് ചന്ദ്രഗുപ്ത മൗര്യൻ എന്ന് പറയുന്നത്. അത് ആ മൗര്യ സാമ്രാജ്യത്തിലെ തലസ്ഥാനമാണ് പാടലീപുത്രം എന്ന് പറയുന്നത്. അപ്പൊ ഈ ചന്ദ്രഗുപ്ത മൗര്യന്റെ പ്രധാനമന്ത്രി ആയിട്ട് അറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? കൗഡില്യൻ അഥവാ ചാണക്യൻ അഥവാ വിഷ്ണുഗുപ്തൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥമാണ് എന്തെന്ന് പറയുന്നത്? അർത്ഥശാസ്ത്രം എന്ന് പറയുന്നത്. അർത്ഥശാസ്ത്രം എഴുതിയത് കൗഡില്യനാണ്. രണ്ടാമത്തെ ഗ്രന്ഥം എന്ന് പറയുന്നത് മെഗസ്തനീസിന്റെ ഇന്ത്യക്കയാണ്. ആ ഇന്ത്യക്ക എന്നുള്ള പേരിൽ തന്നെ അറിയാം ഇന്ത്യയെ കുറിച്ചിട്ട് എഴുതിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഇന്ത്യക്ക അല്ലെ. മെഗസ്തനീസ് എന്ന് പറയുന്നത് ഗ്രീക്ക് യാത്രികനാണ് അല്ലെങ്കിൽ ഭൂമിശാസ്ത്രജ്ഞനാണെന്നൊക്കെ നമുക്ക് പറയാം. അദ്ദേഹം ഇന്ത്യ സന്ദർശിക്കുകയും അവിടെയാണ് ആദ്യമായിട്ട് എത്തിയത് നമ്മുടെ മൗര്യ സാമ്രാജ്യത്തിലെ തന്നെ തലസ്ഥാനമായിട്ടുള്ള പാടലീപുത്രത്തിൽ അദ്ദേഹം എത്തി. പിന്നെ അതേപോലെ തന്നെ ഇന്ത്യയിലുടനീളം സഞ്ചരിച്ച് ഇന്ത്യയുടെ കാലാവസ്ഥയെ കുറിച്ചിട്ടും അതേപോലെ തന്നെ സിന്ധു നദീതടത്തിൽ താമസിക്കുന്ന ജനങ്ങളുടെ ജീവിത രീതികളെ കുറിച്ചിട്ടും ഒക്കെ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കേരളത്തെ കുറിച്ച് ആദ്യം തന്നെ പരാമർശിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ഈ മെഗസ്തനീസ് എന്ന് പറഞ്ഞത്. അപ്പൊ മെഗസ്തനീസിന്റെ ഇന്ത്യക്കയും മറന്നു പോകരുത്. മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞത് വിശാഖദത്തന്റെ മുദ്രരാക്ഷസം. വിശാഖദത്തന്റെ മുദ്രരാക്ഷസം അത് യഥാർത്ഥത്തിൽ ഒരു ചരിത്ര നാടകമാണ്. ഈ ചന്ദ്രഗുപ്ത മൗര്യൻ ഇങ്ങനെ ഒരു സാമ്രാജ്യം സ്ഥാപിക്കുന്നതും അതിന്റെ ഉയർച്ചകളെ കുറിച്ചെല്ലാം തന്നെ വിവരിക്കുന്ന ഒരു ചരിത്ര നാടകമാണ് വിശാഖദത്തന്റെ മുദ്രരാക്ഷസം എന്നുള്ളത്. അപ്പൊ ഈ മൂന്ന് കൃതികളിൽ നിന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കൃതികളാണ് ഈ പറഞ്ഞത്. നമ്മുടെ ഇന്ത്യൻ ഭരണ സംവിധാനത്തെ കുറിച്ചിട്ടും അതേപോലെ തന്നെ കൗഡില്യന്റെ സംഭാവനകളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ആ ഇന്ത്യൻ ഭരണ സംവിധാനത്തിന് ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന കാലഘട്ടം, ഇന്ത്യൻ ഭരണ സംവിധാനം ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഈ മൗര്യ കാലഘട്ടമാണ്. മൗര്യ രാജവംശം സ്ഥാപിച്ചത് ആരാണ്? ചന്ദ്രഗുപ്ത മൗര്യനാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സാമ്രാജ്യമാണ് മൗര്യ സാമ്രാജ്യം. മൗര്യ സാമ്രാജ്യത്തിന്റെ ആസ്ഥാനം പാടലീപുത്രയാണ്, ഇപ്പോൾ പാറ്റ്ന അല്ലെ. ഗ്രീക്ക് രേഖകളിൽ സാൻഡ്രോകോട്ടസ്, ശ്രദ്ധിക്കുക, ഗ്രീക്ക് രേഖകളിൽ സാൻഡ്രോകോട്ടസ് എന്ന് പരാമർശിക്കുന്ന രാജാവാണ് ചന്ദ്രഗുപ്ത മൗര്യൻ. ഗ്രീക്ക് രേഖകളിൽ നമ്മൾ പറഞ്ഞില്ലേ മെഗസ്തനീസ് തന്നെ ഒരു ഗ്രീക്ക് യാത്രികനാണ് അല്ലെ. അപ്പൊ ഗ്രീക്ക് രേഖകളിലെല്ലാം സാൻഡ്രോകോട്ടസ് എന്ന് പരാമർശിക്കുന്ന രാജാവ് ചന്ദ്രഗുപ്ത മൗര്യനാണ്. പുരാതന കാലം മുതൽക്കേ ഭരണത്തിന്റെ അടിത്തറയായിട്ട് കണക്കാക്കപ്പെട്ടിരുന്നത്, പണ്ട് മുതൽ തന്നെ ഭരണത്തിന്റെ അടിത്തറ ഏറ്റവും അടിയിലുള്ള ഘടകമായിട്ട് കണക്കാക്കപ്പെട്ടിരുന്നത് വില്ലേജ് യൂണിറ്റുകളെയാണ്. വില്ലേജ്, നമ്മളിപ്പോ ഗ്രാമങ്ങളെ വില്ലേജുകൾ എന്ന് പറയില്ല, ഇംഗ്ലീഷിൽ ഗ്രാമം എന്നുള്ളതിന് വില്ലേജ് എന്നല്ലേ പറയാം. അപ്പൊ എന്ന് പറഞ്ഞ പോലെ വില്ലേജ് യൂണിറ്റുകളെയാണ് പുരാതന കാലം മുതൽക്കേ ഭരണത്തിന്റെ അടിത്തറയായിട്ട് കണക്കാക്കപ്പെട്ടിരുന്നത്. കാര്യക്ഷമമായ ഭരണത്തിനായി സാമ്രാജ്യങ്ങളെ പ്രവിശ്യകളായിട്ടും പ്രവിശ്യകളെ ജില്ലകളായും ജില്ലകളെ ഗ്രാമങ്ങളായിട്ടും വിഭജിച്ചിരുന്നു. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഇതൊക്കെ പഠിക്കുമ്പോൾ പ്രവിശ്യകൾ എന്ന് പറഞ്ഞ് പഠിക്കാറില്ലേ? നമ്മൾ ഭരണഘടനയൊക്കെ പഠിക്കുമ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്കുള്ള അംഗങ്ങൾ പ്രവിശ്യകളിൽ നിന്നുള്ള അംഗങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പഠിക്കാറുണ്ടല്ലോ. അപ്പൊ പ്രവിശ്യകൾ, സാമ്രാജ്യങ്ങളെ പ്രവിശ്യകളായി തിരിച്ചു, പ്രവിശ്യകളെ ജില്ല
ജില്ലകളായിട്ടും ജില്ലകളെ ഗ്രാമങ്ങളായും തിരിച്ചു. അപ്പം ഭരണ സംവിധാനത്തിന് വേണ്ടി, കാര്യക്ഷമമായിട്ടുള്ള ഭരണത്തിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ രാജ്യത്തെ സാമ്രാജ്യങ്ങൾ എന്താക്കി തിരിച്ചു? സാമ്രാജ്യങ്ങളെ പ്രവിശ്യകളായിട്ടാണ് തിരിച്ചത്. പ്രവിശ്യകളെ ജില്ലകളായിട്ടും ജില്ലകളെ ഗ്രാമങ്ങളായിട്ടും വിഭജിച്ചു. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു കേന്ദ്രീകൃത ഭരണ വ്യവസ്ഥ തുടക്കം കുറിച്ചത് ചന്ദ്രഗുപ്ത മൗര്യനാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു കേന്ദ്രീകൃത ഭരണ സംവിധാനത്തിന് തുടക്കം കുറിച്ചത് ചന്ദ്രഗുപ്ത മൗര്യനാണ്. പുരാതന ഇന്ത്യയിൽ ആദ്യമായിട്ട് മുനിസിപ്പൽ ഭരണം ആരംഭിച്ചതും ചന്ദ്രഗുപ്ത മൗര്യനാണ്. പുരാതന ഇന്ത്യയിൽ ആദ്യമായി മുനിസിപ്പൽ ഭരണം ആരംഭിച്ചതും ചന്ദ്രഗുപ്ത മൗര്യനാണ്. ചന്ദ്രഗുപ്ത മൗര്യന്റെ സദസ്സിലെ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി കൗഡില്യൻ. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം വിഷ്ണുഗുപ്തൻ എന്നാണ്. ഇന്ത്യൻ മാക്യവല്ലി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് കൗഡില്യൻ. ഇന്ത്യൻ മാക്യവല്ലി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് കൗഡില്യൻ. കൗഡില്യന്റെ സംഭാവനകൾ ഏതൊക്കെ മേഖലയിലാണ്? എല്ലാ മേഖലയിലുണ്ട്. തത്വചിന്ത, സാമ്പത്തിക ശാസ്ത്രം, നിയമം, രാജഭരണം. രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന അതായത് പൊളിറ്റിക്സ് അല്ലെ, അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കൗഡില്യന്റെ ഗ്രന്ഥമാണ് അർത്ഥശാസ്ത്രം. മൗര്യ സാമ്രാജ്യത്തിന്റെ ഗസറ്റിയർ, മൗര്യ സാമ്രാജ്യത്തിന്റെ മാനുവൽ എന്നിങ്ങനെ അറിയപ്പെടുന്ന ഗ്രന്ഥമാണ് അർത്ഥശാസ്ത്രം. മൗര്യ സാമ്രാജ്യത്തിന്റെ ഗസറ്റിയർ, മൗര്യ സാമ്രാജ്യത്തിന്റെ മാനുവൽ എന്നിങ്ങനെ പേരിൽ അറിയപ്പെടുന്ന ഗ്രന്ഥം ഏതാണ്? അത് അർത്ഥശാസ്ത്രമാണ്. ഇനി നമ്മുടെ അർത്ഥശാസ്ത്രത്തിൽ, കൗഡില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കേൾക്കാം. ശാസ്ത്രവിരുദ്ധനായി പ്രവർത്തിക്കുന്നവനും, പണ്ടൊക്കെ ശാസ്ത്രത്തിനനുസരിച്ച് പ്രവർത്തിക്കണം എന്നുള്ളതാണ് അല്ലെ. കുറെ ശാസ്ത്രങ്ങൾ, രാജാവ് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കുറെ ശാസ്ത്രങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഈ ശാസ്ത്രത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവനും, അതേപോലെ തന്നെ ഇന്ദ്രിയങ്ങളെ കീഴടക്കാത്തവനുമായ രാജാവ്. ഇന്ദ്രിയങ്ങളെ കീഴടക്കാത്തവൻ എന്ന് വെച്ചാൽ എന്താണ്? ഇന്ദ്രിയങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ. ഇപ്പൊ നമ്മൾ കണ്ണുകൊണ്ട് കണ്ട് മോഹിക്കുന്ന ഒരു വസ്തുവിന് പിന്നാലെ നമ്മൾ പോകുകയാണെന്ന് വിചാരിക്കുക. പണ്ട് കാലത്തൊക്കെ സ്ഥിരം ഈ രാജാക്കന്മാരൊക്കെ ഈ പലതരത്തിലുള്ള രാജകുമാരിമാരെയൊക്കെ കണ്ട് മോഹിച്ച് അവരുടെ പിന്നാലെയൊക്കെ പോകൂല്ലേ. അപ്പൊ ഇത്തരത്തിൽ പോകുന്നവർ എന്താണ്? ഇന്ദ്രിയങ്ങളെ കീഴ്പ്പെടുത്താത്തവനാണ്. ഇന്ദ്രിയങ്ങളെ കീഴ്പ്പെടുത്താന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും നിയന്ത്രിച്ച് നിർത്താൻ കഴിയുന്നവനാണ് ഇന്ദ്രിയങ്ങളെ കീഴ്പ്പെടുത്തിയവൻ. അപ്പൊ ഇന്ദ്രിയങ്ങളെ കീഴ്പ്പെടുത്താത്തവനുമായ രാജാവ് ഭൂമിയെ മുഴുവൻ വാഴുന്നവനായാൽ പോലും പൊടുന്നനെ നശിച്ചു പോകും. മനസ്സിലായ? അപ്പൊ ശാസ്ത്രത്തിനനുസരിച്ച് പ്രവർത്തിക്കാത്തവനും ഇന്ദ്രിയങ്ങളെ കീഴടക്കാത്തവനുമായ രാജാവ് ഭൂമിയെ മുഴുവൻ വാഴുന്നവനായാൽ പോലും എന്ത് സംഭവിക്കും? പൊടുന്നനെ നശിച്ചു പോകും. മനസ്സിലായ? ആകയാൽ രാജാവ് കാര്യനിർവഹണം കൊണ്ട് പ്രജകളെ സ്വധർമ്മങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കണം. രാജാവ് കാര്യനിർവഹണം കൊണ്ട്, അതായത് നമ്മുടെ ഈ ആഡംബരങ്ങളിലെല്ലാം മതിമറന്ന് ജീവിക്കാതെ സ്വന്തം കാര്യനിർവഹണം കൊണ്ട് നമ്മൾ പ്രവൃത്തി ചെയ്താലേ മറ്റുള്ളവർക്ക്, നമ്മുടെ പ്രജകൾക്ക്, രാജാവ് നല്ല രീതിയിൽ ഭരണം കാഴ്ചവെച്ചാലേ പ്രജകൾക്ക് അതേ രീതിയിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ രാജാവ് എന്ത് ചെയ്യണം? കാര്യനിർവഹണം കൊണ്ട് പ്രജകളെ സ്വധർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കണം. വിദ്യ കൊണ്ട് വിനയം നേടണം. കണ്ടോ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത്. വിദ്യ കൊണ്ട് വിനയം നേടണം. വിദ്യ കൂടുതൽ വിദ്യ നേടും തോറും അഹങ്കരിക്കല്ല വേണ്ടത്. എന്താണ്? വിദ്യ കൊണ്ട് വിനയം നേടണം. അതേപോലെ സമ്പത്ത് നേടി ലോകരുടെ പ്രീതി സമ്പാദിക്കണം. ആ സമ്പത്ത് നേടി എന്ന് പറയുമ്പോഴും കൗഡില്യൻ തന്റെ അർത്ഥശാസ്ത്രത്തിൽ കൃത്യമായി പറയുന്നുണ്ട്, നല്ല രീതിയിലൂടെ വേണം, നല്ല രീതിയിലൂടെ നികുതിയിലൂടെ എങ്ങനെ സമ്പാദിക്കാം എന്നും കൂടി കൗഡില്യൻ തന്റെ അർത്ഥശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. അപ്പൊ വെറുതെ മറ്റുള്ളവരെ പറ്റിച്ച് സമ്പത്ത് നേടാന്നുള്ളതല്ല. സമ്പത്ത് നേടി ലോകരുടെ പ്രീതി സമ്പാദിക്കണം. അലസത, അസത്യം പറയൽ, അഹങ്കാരം തോന്നിക്കുന്ന വേഷം, അഹങ്കാരം തോന്നിപ്പിക്കുന്ന ഒരു രാജാവിന്റെ അഹങ്കാരം തോന്നിപ്പിക്കുന്ന വേഷം എന്തായിരിക്കും? കുറെ കിരീടം, കുറെ ആഭരണങ്ങളൊക്കെ അങ്ങോട്ട് അണിഞ്ഞ് താൻ വലിയ എന്തോ ഒരു സംഭവമാണെന്നുള്ള രീതിയിൽ അഹങ്കാരം കാണിപ്പിക്കുന്ന വേഷം അല്ലെ. അതേപോലെ അധർമ്മം ഉളവാക്കുന്ന ഇടപെടൽ, ഒരാളോട് കരുണയില്ലാതെ പ്രവർത്തിക്കുക എന്നുള്ളത് എന്താണ്? അധർമ്മമാണ്. അപ്പൊ അധർമ്മം ഉളവാക്കുന്ന ഇടപെടൽ എന്നിവ എന്ത് ചെയ്യണം? വർജിക്കണം. ഇതൊക്കെ ആര് പറഞ്ഞു വെച്ചിട്ടുണ്ട്? കൗഡില്യൻ തന്റെ അർത്ഥശാസ്ത്രത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആ സെന്റൻസ് ഒന്ന് സാവധാനം വായിച്ചു നോക്കാം. നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ അർത്ഥശാസ്ത്രത്തിൽ കൗഡില്യൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാനത് വീണ്ടും വായിച്ച് സമയം കളയുന്നില്ല. ഇനി അടുത്തത് നമ്മുടെ അർത്ഥശാസ്ത്രത്തിലെ 3 ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. അർത്ഥശാസ്ത്രത്തെ തന്നെ 3 ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. പണ്ട് നമ്മുടെ രാജഭരണത്തിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒന്നാമത്തത് ഭരണം അല്ലെ. രാജാവ് ഭരിക്കുക. ഈ ഒരുപാട് നാട്ടുരാജ്യങ്ങളുണ്ടാവും. ഒരു വലിയൊരു രാജാവിന്റെ ഒരു സാമ്രാജ്യത്തിന് കീഴിൽ ഒരുപാട് രാജ്യങ്ങളുണ്ടാവും. അപ്പൊ അവിടുത്തെ മുഴുവനും ഭരണം നല്ല രീതിയിൽ കാഴ്ചവെക്കുക, ഒന്നാമത്തെ കാര്യം.
രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരുപാട് പരാതികൾ വരും. നിങ്ങൾ കണ്ടിട്ടില്ലേ, നമ്മുടെ ബാഹുബലി കണ്ടാൽ തന്നെ അറിയാലോ, ഒരുപാട് പരാതികൾ നമ്മുടെ കൊട്ടാരത്തിലെത്തും. അപ്പൊ ഈ പരാതികളെല്ലാം നല്ല രീതിയിൽ തീർപ്പാക്കണം, രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്തായിരിക്കും? യുദ്ധമാണ് അല്ലെ. പണ്ട് സ്ഥിരമുള്ള സാധനമാണ് യുദ്ധം എന്ന് പറയുന്നത്. ഈ കീഴ്പ്പെടുത്തലും കീഴടക്കലും വെട്ടിപ്പിടിക്കലും കുറെ രാജ്യങ്ങളായിട്ട് സഖ്യകക്ഷിയായിട്ട് ഏർപ്പെടലും അല്ലെ, സഖ്യത്തിൽ ഏർപ്പെടലും ഒക്കെ സ്ഥിരമുള്ളതാണ്. അപ്പൊ ഈ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളല്ലേ പണ്ടുള്ളത്. ഒന്നാമത്തെ കാര്യം ഭരണമാണ്. രണ്ടാമത്തെ കാര്യം എന്തായിരിക്കും? നീതിന്യായം, തീർപ്പ് കൽപ്പിക്കലായിരിക്കും. മൂന്നാമത്തെ കാര്യം എന്തായിരിക്കും? ഈ നമ്മുടെ യുദ്ധങ്ങൾ ചെയ്യലായിരിക്കും. അപ്പൊ ഈ മൂന്ന് ഭാഗങ്ങളായി തന്നെയാണ് അർത്ഥശാസ്ത്രത്തെ തിരിച്ചിട്ടുള്ളത്. ഒന്നാമത്തത് രാജാവ്, രാജാവിന്റെ സമിതി, ഭരണവകുപ്പുകൾ, ഭരണം നടത്തുക, രാജാവ്, സമിതി, ഭരണവകുപ്പുകൾ. രണ്ടാമത് എന്തായിരിക്കും? സിവിലും ക്രിമിനലുമായിട്ടുള്ള നിയമങ്ങൾ. സിവിൽ നിയമങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? കുറെ തർക്കങ്ങളൊക്കെ പരിഹരിക്കലാണ് സിവിൽ. സിവിലും ക്രിമിനൽ എന്ന് വെച്ചാൽ ദേഹോപദ്രവം ചെയ്യുക, ഒരാളെ കൊല്ല, അങ്ങനത്തെ കുറ്റകൃത്യങ്ങളില്ല. അപ്പൊ സിവിലും ക്രിമിനലുമായിട്ടുള്ള നിയമങ്ങൾ. മൂന്നാമത്തെ എന്താണ്? അന്താരാഷ്ട്ര നിയമം, യുദ്ധം, രാജതന്ത്രം. ഇതൊക്കെയാണ് മൂന്ന് ഭാഗങ്ങൾ. ഇത്തരത്തിൽ മൂന്ന് ഭാഗങ്ങളായിട്ട് നമ്മുടെ അർത്ഥശാസ്ത്രത്തെ തിരിച്ചിട്ടുണ്ട്. അപ്പൊ അർത്ഥശാസ്ത്രത്തെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഭാഗം ഏതാണ്? ഒന്ന് രാജാവും സമിതിയും ഭരണവകുപ്പുകളും. രണ്ടാമത്തെ ഭാഗം സിവിലും ക്രിമിനലുമായിട്ടുള്ള നിയമങ്ങൾ. മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് യുദ്ധം, അതുപോലെ അന്താരാഷ്ട്ര നിയമം, രാജതന്ത്രം. ഇതൊക്കെയാണ് രാജതന്ത്രങ്ങൾ. വെച്ചാൽ പല തന്ത്രങ്ങളുണ്ട് അല്ലെ. പണ്ട് കാലത്ത് ശത്രുക്കളെ കീഴ്പ്പെടുത്താൻ പലതരത്തിലുള്ള തന്ത്രങ്ങളുണ്ട്. അതൊക്കെ രാജതന്ത്രം എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ മൂന്നായിട്ടാണ് അർത്ഥശാസ്ത്രത്തെ തിരിച്ചിട്ടുള്ളത്. ഇനി അതേപോലെ തന്നെ അർത്ഥശാസ്ത്രത്തിൽ ഒരു സിദ്ധാന്തം, ഒരു രാഷ്ട്രീയ സിദ്ധാന്തത്തെ കുറിച്ച് പറയുന്നുണ്ട്. ആ രാഷ്ട്രീയ സിദ്ധാന്തമാണ് സപ്താംഗ സിദ്ധാന്തം എന്ന് പറയുന്നത്. അർത്ഥശാസ്ത്രത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന രാഷ്ട്രീയ സിദ്ധാന്തം ഏത്? രാഷ്ട്രീയ സിദ്ധാന്തമാണ് സപ്താംഗ സിദ്ധാന്തം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞത് അർത്ഥശാസ്ത്രത്തെ മൂന്നായി തിരിച്ചിട്ടുണ്ട്, മൂന്ന് ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഭാഗം ഭരണത്തെക്കുറിച്ച് പറയുന്നത്, രണ്ടാമത്തെ നീതിന്യായത്തെ കുറിച്ച് പറയുന്നത്, മൂന്നാമത്തെ യുദ്ധത്തെ കുറിച്ച് പറയുന്നതെന്ന് പറഞ്ഞു. ഇത് പറയണത് അർത്ഥശാസ്ത്രത്തില് പ്രതിപാദിച്ചിരിക്കുന്ന രാഷ്ട്രീയ സിദ്ധാന്തം. ആ സിദ്ധാന്തം അറിയപ്പെടുന്ന പേരാണ് സപ്താംഗ സിദ്ധാന്തം എന്ന് പറയുന്നത്. സപ്താംഗ സിദ്ധാന്തം. സപ്തം എന്ന് പറഞ്ഞാൽ എന്താണ്? സപ്തവത്സരം എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ടല്ലോ. സപ്തം എന്ന് പറഞ്ഞാൽ ഏഴാണല്ലേ. ഏഴ് സിദ്ധാന്തങ്ങൾ, അതായത് 7 ഘടകങ്ങളുണ്ട്. ഈ 7 ഘടകങ്ങളെയാണ് ഇവിടെ സപ്താംഗം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ ഏതൊക്കെയാണ് ഈ 7 ഘടകങ്ങൾ എന്നുള്ളത്? ഒന്നാമത്തെ ഘടകം എന്തായിരിക്കും? നിങ്ങൾ തന്നെ മനസ്സിൽ, അതായത് പഠിക്കൊന്നും വേണ്ട കേട്ടോ, നിങ്ങൾ മനസ്സിൽ ഓർത്താൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് രാജാവാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. നമ്മുടെ ഏതു രാജ്യത്തിലാണെങ്കിലും ഏറ്റവും പ്രധാനം രാജാവാണ്. അതേപോലെ തന്നെ അർത്ഥശാസ്ത്രത്തിൽ ഈ കൗടില്യൻ ഒരുപാട് അധികാരങ്ങളും ഒരുപാട് പ്രാധാന്യവും നൽകിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ത് തന്നെയാണ്? രാജാവ്. പക്ഷെ രാജാവ് എന്നല്ല അതിൽ പറഞ്ഞിരിക്കുന്നത്, പകരം സ്വാമി എന്നാണ് പറയുന്നത്. നിങ്ങൾ ഈ പണ്ടത്തെ ഈ ഇതുകളെ കാണുമ്പോൾ, നമ്മുടെ മഹാഭാരതം, രാമായണൊക്കെ കാണുമ്പോൾ അതിനെ വിളിക്കുന്നത് കേട്ടിട്ടില്ലേ? ഇപ്പൊ രാജാക്കന്മാരൊക്കെ അവരെ പത്നിമാരൊക്കെ ചെന്നിട്ട് സ്വാമി എന്നല്ലേ വിളിക്കാറ്. അപ്പൊ അങ്ങനെ ഓർത്താൽ മതി, രാജാവിന് പകരം സ്വാമി എന്നാണ് പറയുന്നത്. സ്വാമി അല്ലെ. പിന്നെ രാജാവ് കഴിഞ്ഞാൽ അതിന് കീഴിൽ എന്തായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞ സമിതിയും അതുപോലെ തന്നെ ഭരണം നിർവഹിക്കാനുള്ള കുറെ ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഇവരെ പറഞ്ഞിരുന്നത് അമാത്യൻ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് നമ്മൾ രാജാവ് കഴിഞ്ഞാൽ നെക്സ്റ്റ് പറയാം മന്ത്രിമാരും ഉദ്യോഗസ്ഥരും അല്ലെ. രാജാവിന് ഒറ്റയ്ക്കിരുന്ന് ഭരണം നടത്താൻ പറ്റില്ലല്ലോ. അപ്പൊ രാജാവിനെ സഹായിക്കാൻ വേണ്ടി മന്ത്രിമാരും കുറെ ഉദ്യോഗസ്ഥരുണ്ടായിരിക്കും. അപ്പൊ ഇവരെ പറയുന്നത് അന്ന് അമാത്യൻ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ രാജാവിന്റെ പിന്നിൽ ഇങ്ങനെ അമാന്തിച്ച് നിൽക്കുന്നവർ, ഇങ്ങനെ എന്ത് ചെയ്യണം എന്ന് വെച്ച് ഇങ്ങനെ അമാന്തിച്ച് നിൽക്കുന്നവര് അമാത്യൻ. അപ്പൊ രണ്ടാമത്തെ ഘടകം അമാത്യൻ എന്നാണ്. അമാത്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മന്ത്രിമാരും ഉദ്യോഗസ്ഥരുമാണ് അമാത്യൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ഈ ഭരണം നടത്താൻ ഏറ്റവും അത്യാവശ്യമുള്ള ഘടകം എന്താണ്? പണമാണ് അല്ലെ. ഖജനാവ്, നികുതി അല്ലെ. ഖജനാവ്, നികുതി, അതിനെ പറയുന്നത് കോസ എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി, ഖജനാവിൽ പണമുണ്ടെങ്കിൽ കുറെ ദോശ തിന്നാം. ഖജനാവിൽ പണമുണ്ടെങ്കിൽ നമുക്ക് കുറെ ദോശ തിന്നാം എന്ന് ഓർത്താൽ മതി. അപ്പൊ ഈ ഖജനാവിന്, നികുതിന്, പണത്തിനെ പറയുന്ന പേര് അന്ന് കോസ എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് നീതിന്യായം. നാലാമത്തെ ഘടകം നീതിന്യായമാണ്. നീതിന്യായം എന്ന് വെച്ചാൽ നമ്മൾ ദണ്ഡനം എന്നൊക്കെ പറയാറില്ല. നമ്മൾ ശിക്ഷ കൊടുക്കുന്നതിന് ദണ്ഡനം ചെയ്യുക, ദണ്ഡനം കൊടുക്കുക, ദണ്ഡനം, അങ്ങനെയൊക്കെ നിങ്ങൾ കേട്ടില്ലേ? നമ്മൾ ഏതൊക്കെ മൂവിയിലൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ട്. നിങ്ങൾക്കും അങ്ങനെ കേട്ടിട്ടുണ്ടാവും, ദണ്ഡനം എന്ന് കേട്ടിട്ടുണ്ടാവും. അപ്പൊ അതന്നെയാണ് ഈ നീതിന്യായത്തിന്
പറയുന്ന പേര് ദണ്ഡ എന്നാണ്. ദണ്ഡ, നീതിന്യായത്തിനെ പറയുന്ന പേര് ദണ്ഡ എന്നാണ് പറയുന്നത്. അടുത്തത് യുദ്ധം അല്ലെ. ഈ യുദ്ധം അതുപോലെ തന്നെ സൈന്യം പിന്നെ കോട്ട ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സാധാരണ നമ്മൾ യുദ്ധത്തിനൊക്കെ പോകുന്നതിന് മുമ്പ് ഒരു നാവൊക്കെ നീട്ടി നിൽക്കുന്ന ഒരു ദേവി ഉണ്ടല്ലോ, ദുർഗാദേവി. ആ ദേവിക്ക് പൂജയൊക്കെ കഴിച്ചിട്ടാണ് സാധാരണ രാജാക്കന്മാരെല്ലാവരും തന്നെ യുദ്ധത്തിന് പോകുക. അതുപോലെ സൈനികരൊക്കെ തന്നെ അങ്ങനത്തെ ഒരു ദേവിനെ ആയിരിക്കും ആരാധിക്കുക എന്നല്ലേ. അപ്പൊ ദുർഗ എന്നുള്ളത് സൈന്യം കോട്ട, ഇതിനൊക്കെയാണ് ദുർഗ എന്ന് പറയുന്നത്. അടുത്തത് മിത്രം. ശത്രുക്കൾ മാത്രം പോരല്ലോ രാജാവിന്, മിത്രങ്ങളും വേണമല്ലേ. കാരണം വലിയൊരു യുദ്ധം വരുന്ന സമയത്ത് നമ്മളെ സഹായിക്കാൻ സഖ്യകക്ഷികൾ ഉണ്ടായിരിക്കും. അപ്പൊ ആ മിത്ര എന്നുള്ളത് സഖ്യകക്ഷികളെയാണ് മിത്ര എന്ന് പറയുന്നത്. അടുത്തത് ജനപദമാണ്. ജനപദം, പ്രദേശങ്ങൾ, ജനപദം. 7 ഘടകം. നിങ്ങൾക്ക് ജസ്റ്റ് ചിലപ്പോൾ ഓടിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല, ഒന്നും കൂടി ഓർക്കാം. 7 ഘടകങ്ങൾ, സപ്താംഗങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ടത് രാജാവ്. രാജാവിന് എന്തെന്ന് പറയും? സ്വാമി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ ഘടകം എന്ന് പറഞ്ഞത് രാജാവ് കഴിഞ്ഞാൽ രാജാവിന് കീഴെ മന്ത്രിമാരും ഉദ്യോഗസ്ഥരുണ്ട്. അവരിങ്ങനെ രാജാവിന്റെ പുറകിൽ ഇങ്ങനെ അമാന്തിച്ച് നിൽക്കുന്നവരാണല്ലേ. അപ്പൊ അവരെന്തായിരിക്കും പറയാ? അമാത്യൻ എന്നാണ് പറയാ. അമാത്യൻ എന്നാണ് പറയാ. ഇനി മൂന്നാമതായിട്ട് ഏറ്റവും പ്രധാനം പണമാണ് അല്ലെ. രാജഭരണത്തിന് ഒരുപാട് പണം ആവശ്യമുണ്ട് അല്ലെ, സൈന്യത്തിനൊക്കെ നിലനിർത്തണമെങ്കിൽ. അപ്പൊ ഗജനാവിൽ കുറെ പണം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വാങ്ങിച്ചു തിന്നാം? ദോശ വാങ്ങിച്ചു തിന്നാം അല്ലെ. അപ്പൊ ഗജനാവ് അല്ലെങ്കിൽ നമ്മുടെ നികുതിനൊക്കെ എന്താണ് നമ്മുടെ ഈ അർത്ഥശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളത്? കോസ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് നീതിന്യായം. ഈ ശിക്ഷകളൊക്കെ സിവിലും ക്രിമിനലുമായിട്ടുള്ള പലതരത്തിലുള്ള നിയമങ്ങൾ. ആ നീതിന്യായത്തിന് എന്താണ് പറയുക? ദണ്ഡനം നൽകാല്ലേ. അപ്പൊ ദണ്ഡ എന്നുള്ളതാണ് നീതിന്യായത്തെ, ജുഡീഷ്യറിയെ പറയുന്നത്. അടുത്തത് നമ്മുടെ സൈന്യവും കോട്ടയുമാണ്. സൈന്യം കോട്ട. അപ്പൊ സൈന്യത്തിനൊക്കെ പോകുമ്പോൾ, യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ സാധാരണ ദുർഗാദേവിനെ ആരാധിച്ചുകൊണ്ടല്ലേ പോകാം. ബാഹുബലിയിലൊക്കെ കണ്ടിട്ടില്ലേ, നാവൊക്കെ പുറത്തേക്ക് നീട്ടി ചുമപ്പിച്ച് നിൽക്കുന്ന ഒരു വലിയൊരു ദേവി ദുർഗാദേവി. അപ്പൊ ദുർഗാദേവിയെ ആരാധിച്ചിട്ടാണ് നമ്മൾ സാധാരണ യുദ്ധത്തിനൊക്കെ. അപ്പൊ സൈന്യത്തെ എന്തെന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? സൈന്യത്തിനെ ദുർഗ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അർത്ഥശാസ്ത്രത്തിൽ സൈന്യത്തിനെ ദുർഗ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് മിത്രങ്ങൾ അല്ലെ, സഖ്യകക്ഷികളൊക്കെ. മിത്രത്തിന് മിത്ര എന്ന് തന്നെയാണ്. അതുപോലെ ജനപദങ്ങൾ, പ്രദേശങ്ങൾ. 7 കിട്ടി. ഒന്നും കൂടി ഓർക്കാം. സ്വാമി, അമാത്യൻ, കോസ, ദണ്ഡ, ദുർഗ, മിത്ര, ജനപദ. അപ്പൊ നിങ്ങൾക്ക് ഓപ്ഷനിൽ തന്നിട്ട് ഇതിൽ ഏതൊക്കെയാണ് ഉള്ളത്, ഏതൊക്കെയാണ് ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇനി എന്തായാലും കിട്ടുമല്ലോ. സ്വാമി, ഒന്നാമത്തത് സ്വാമി രാജാവാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ആൾ അല്ലെ. ഏറ്റവും പ്രധാന ഘടകം എന്ന് പറയുന്നത് രാജാവാണ്. രാജ്യത്തിലെ എല്ലാ പ്രധാനപ്പെട്ട നിയമങ്ങളും നിർമ്മിക്കുന്നതും മേൽനോട്ടം വഹിക്കുന്നതും എല്ലാം ആരുടെ കടമയാണ്? നിയമങ്ങൾ നിർമ്മിക്കുകയാണെങ്കിലും ഭരണത്തിന് മേൽനോട്ടം വഹിക്കുകയാണെങ്കിലും ഒക്കെ ആരാണ് ചെയ്യുക? രാജാവാണ് ചെയ്യുക. രണ്ടാമത്തെ ഘടകം അമാത്യ, മന്ത്രിമാരും ഉദ്യോഗസ്ഥരും. ഇവരുടെ പണി എന്താണ്? ഈ മന്ത്രിമാരുടെ ഉദ്യോഗസ്ഥരെയും പണി രാജാവിനെ ഭരണത്തിൽ സഹായിക്കുക എന്നുള്ളതാണ് ഇവരുടെ ധർമ്മം എന്ന് പറയുന്നത്. രാജാവിന് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകുക, നികുതി പിരിക്കുക, അതുപോലെ പുതിയ ഗ്രാമങ്ങളും നഗരങ്ങളും വികസിപ്പിച്ചെടുക്കുക. ഇതൊക്കെ ആരുടെ ധർമ്മമാണ്? ഈ അമാത്യന്മാരുടെ ധർമ്മമാണ്. അടുത്തത് കോസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രഷറിയിലെ നമ്മുടെ ഖജനാവാണ്. രാഷ്ട്രത്തിന്റെ അധികാരം വർദ്ധിപ്പിക്കുന്നതിന് ട്രഷറിയുടെ വർധനവും ആശ്രയിച്ചിരിക്കുന്നു അല്ലെ. ട്രഷറി കൂടണം, ഖജനാവ് വർദ്ധിപ്പിച്ചാൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? രാജ്യത്തിന് പുരോഗതിയും രാജ്യത്തിന്റെ അധികാരങ്ങളും വർദ്ധിക്കുകയുള്ളൂ. രാജ്യത്തിന്റെ സമ്പത്ത് നിയമാനുസൃതമായി മാത്രം സമ്പാദിക്കാൻ രാജാവിനോട് അർത്ഥശാസ്ത്രത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്നു. കണ്ടോ? ഈ നമ്മ പറഞ്ഞു ഖജനാവ് വേണം, ഖജനാവിൽ കുറെ പണം വേണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അർത്ഥശാസ്ത്രത്തിൽ അതൊക്കെ പറയുമ്പോഴും എന്തും കൂടി എടുത്തു പറഞ്ഞിട്ടുണ്ട്? രാജ്യത്തിന്റെ സമ്പത്ത് നിയമാനുസൃതമായി മാത്രം സമ്പാദിക്കാൻ രാജാവിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുപോലെ കൗടില്യൻ വരുമാന ശേഖരണത്തിനായി നിർദ്ദേശിച്ച നിയമാനുസൃതമായിട്ടുള്ള ഉറവിടങ്ങളാണ് പലതരത്തിലുള്ള ഭൂനികുതികള്, ചരക്കുകളുടെ വിൽപ്പനകളിൽ ചുമത്തുന്ന തീരുവ, ഇറക്കുമതിയും കയറ്റുമതിയും മേലും ഉള്ള നികുതികൾ. ഇപ്പൊ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുള്ള നികുതികളൊക്കെ എവിടെ ാണ്? ഈ കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ കൃത്യമായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതൊക്കെയാണ് നിയമാനുസൃതമായ മാർഗത്തിലൂടെ മാത്രമേ രാജ്യത്തിന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ പാടുള്ളൂ എന്ന് കോസ എന്ന ഭാഗത്ത് ആര് പറഞ്ഞു വെച്ചിട്ടുണ്ട്? നമ്മുടെ കൗടില്യൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അടുത്തത് ദണ്ഡ എന്ന് പറഞ്ഞാൽ നീതിയാണ് അല്ലെ, നീതിന്യായമാണ് ദണ്ഡ എന്ന് പറയാം. ദുർഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോട്ടകളെ കുറിച്ചിട്ടും സൈന്യത്തെ കുറിച്ചിട്ടും ഒക്കെ പ്രതിപാദിക്കുന്ന ഭാഗമാണ് ദുർഗ എന്ന് പറയുന്നത്. മിത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? സഖ്യകക്ഷികൾ അല്ലെ, രാഷ്ട്രീയ സഖ്യകക്ഷികളെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ സുഹൃത്തുക്കളെ സൂചിപ്പിക്കുന്നതാണ് മിത്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജനപദം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ രാജാവിനും കീഴിലുള്ള സാമ്രാജ്യത്തിന് കീഴിലുള്ള പ്രദേശങ്ങളെ കുറിച്ചിട്ടും അവിടുത്തെ ആളുകളെയൊക്കെയാണ് ഈ ജനപദം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രാഷ്ട്രത്തിന്റെ പ്രദേശം ഫലഭൂവിഷ്ടവും വനം, നദികൾ, മലകൾ
തുടങ്ങിയവയാൽ സമൃദ്ധമായിരിക്കണം എന്നും കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ പ്രദേശം എങ്ങനെയായിരിക്കണം? ഫലഭൂഷ്ടമുള്ളതായിരിക്കണം, നല്ല കൃഷിയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ വനം ഉണ്ടായിരിക്കണം, നദികൾ ഉണ്ടായിരിക്കണം, മലകൾ ഉണ്ടായിരിക്കണം, ഇതൊക്കെ ഉണ്ടായിരിക്കണം. ഒരു രാജ്യമായാൽ ഇതെല്ലാം സമൃദ്ധിയായിട്ട് ഉണ്ടായിരിക്കണം എന്ന് ആര് പറഞ്ഞു വെച്ചിട്ടുണ്ട്? അർത്ഥശാസ്ത്രത്തിൽ കൗടില്യൻ ജനപദം എന്നുള്ള ഭാഗത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അടുത്ത നമുക്ക് മധ്യകാല ഇന്ത്യനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് മൗര്യ സാമ്രാജ്യത്തെ കുറിച്ചിട്ടാണ്. അല്ലെങ്കിൽ നെക്സ്റ്റ് അതിന്റെ ഇടയിലൊക്കെ കുറച്ച് കുഞ്ഞു കുഞ്ഞൊക്കെ ഉണ്ട്, പക്ഷെ നമുക്കതൊന്നും അത്ര കാര്യമായിട്ട് പഠിക്കാനില്ല. ഈ മധ്യകാല ഇന്ത്യയെ കുറിച്ച് നന്നായി പഠിച്ചേക്കാം. മധ്യകാല ഇന്ത്യ എന്ന് വെച്ചാല് നമ്മുടെ ഈ സുൽത്താൻ ഭരണം എന്ന് പറയും. സുൽത്താൻ ഭരണം ചെറിയ കുട്ടികളുടെ ക്ലാസ്സിലൊക്കെ പഠിക്കാനുള്ളതാണ്. സുൽത്താൻ ഭരണം നമ്മളത് സിമ്പിൾ ആയിട്ട് കോഡിലൂടെ അഗിദു സലോ എന്ന് പറയും. നിങ്ങൾ പഠിച്ചിട്ടില്ലേ കോഡ് വെച്ചിട്ട്? ആ ഗി ദു സലോ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവില്ല, കാരണം നിങ്ങളൊക്കെ വന്നപ്പോഴേക്കും സിലബസ് ഒക്കെ മാറി ഈ ഇതൊക്കെ നമ്മൾ എടുത്തു കളഞ്ഞില്ലേ സിലബസിൽ നിന്ന്. പക്ഷെ ഞാനൊക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അഗിദു സലോ, അഗിദു സലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുൽത്താൻ ഭരണത്തിന് നമ്മൾ കോഡ് വെച്ച് പഠിക്കുന്നതാണ്. ആ ഗി ദു സലോ, അഗിദു സലോ ഒന്ന് എഴുതി 2 പ്രാവശ്യം വായിച്ചാൽ മതി, കിട്ടും. ആ എന്ന് പറയുമ്പോൾ അടിമ വംശം, ഗീ എന്ന് പറയുമ്പോൾ ഗിൽജി വംശം, ആ ഗീ തു എന്ന് പറയുമ്പോൾ തുഗ്ലക് വംശം, സലോ അപ്പൊ സാ എന്ന് പറയുമ്പോൾ സയ്യദ് വംശം, ലോ എന്ന് പറയുമ്പോൾ ലോധി വംശം. ഇതാണ് സുൽത്താൻ ഭരണത്തിലെ 5 വംശങ്ങളാണ്. അഗിദ് സലോ അടിമ വംശം, ഗിൽജി വംശം, തുഗ്ലക് വംശം, സയ്യിദ് വംശം, ലോധി വംശം. ഈ അടിമ വംശത്തിനെ തന്നെ മാംലുക്ക് എന്ന് പറയും. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ, കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ മാംലുക്ക് വംശം എന്നാണ് നൽകിയിരിക്കുന്നത്. മാംലുക്ക് എന്ന അർത്ഥത്തിന് വാക്കിന്റെ അർത്ഥവും അടിമ എന്ന് തന്നെയാണ്. മാംലുക്ക് എന്ന് പറഞ്ഞാൽ അടിമ തന്നെയാണ് അർത്ഥം. അപ്പൊ മാംലുക്ക് വംശം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അടിമ വംശം തന്നെയാണ്. അപ്പൊ ഈ അടിമ വംശം ആരാണ് സ്ഥാപിച്ചത്? അടിമവംശം സ്ഥാപിച്ചത് നമ്മുടെ കുത്തബ്ദീൻ ഐബക്ക് ആണ് അല്ലെ. 1206 1206 12ന്റെ നേരെ പകുതി 6 അല്ലെ, 1206 1206 നമ്മുടെ ഈ കുത്തബ്ദീൻ ഐബക്ക് അടിമ വംശം അല്ലെങ്കിൽ മാംലുക്ക് വംശം ഇന്ത്യയിൽ സ്ഥാപിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം രാജവംശമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം രാജവംശമാണ് എന്ന് പറയുന്നത് ഈ അടിമ വംശം അല്ലെങ്കിൽ മാംലുക്ക് വംശം എന്ന് പറയുന്നത്. അപ്പൊ ഇവർക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതാണ് നമ്മുടെ ഇന്ത്യൻ ഭരണ സംവിധാനത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ നമുക്കിവിടെ പറയുന്നുണ്ട്. ആ സവിശേഷതകളാണ് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. അല്ലാതെ ഈ സ്ഥാപിച്ച ആരൊക്കെയാണ്, അതിന്റെ ഭരണാധികാരികൾ ആരൊക്കെയായിരുന്നു, അതൊന്നും നമുക്ക് പഠിക്കാനില്ല. അവരുടെ ഭരണ സംവിധാനത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. അപ്പൊ നമുക്കറിയാം ഇതെന്ന് വെച്ചാൽ തുർക്കി പാരമ്പര്യത്തിലുള്ള ഒരു രാജവംശമാണ് അല്ലെ സുൽത്താൻ ഭരണം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ തുർക്കി പാരമ്പര്യത്തിന്റെ ഒരു സ്വാധീനമുണ്ട്. തുർക്കികൾ എന്ന് പറഞ്ഞാൽ പണ്ട് വലിയൊരു ഓട്ടോമാൻ സാമ്രാജ്യം എന്ന് പറഞ്ഞിട്ട് വലിയൊരു സാമ്രാജ്യം കൊണ്ടു നടന്നിരുന്ന ഒരാൾക്കാരാണ് ഈ തുർക്കികൾ എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും തുർക്കികളുടെ ആത്മീയ ഗുരുവായിട്ടുള്ള ഖലീഫനെ കുറിച്ചിട്ട് ഇല്ലേ. ഖലീഫയുടെ അധികാരങ്ങൾ ബ്രിട്ടീഷുകാർ എടുത്തു കളഞ്ഞപ്പോഴാണ് തുർക്കിനെ പരാജയപ്പെടുത്തിയിട്ട് തുർക്കിയിലെ ആധ്യാത്മിക നേതാവായിട്ടുള്ള അവരുടെയൊക്കെ വലിയൊരു വളരെയധികം ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് അവിടുത്തെ ഭരണാധികാരിയായിട്ടുള്ള ഖലീഫ എന്ന് പറയുന്നത്. ഈ ഖലീഫയുടെ അധികാരങ്ങളൊക്കെ എടുത്തു കളഞ്ഞപ്പോഴാണ് നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചത്. ഖിലാഫത്ത് പ്രസ്ഥാനം അതൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ. അപ്പൊ അതേപോലെ തന്നെ തുർക്കിയുടെ ആ പാരമ്പര്യത്തിന്റെ സ്വാധീനം ഇവരുടെ ഭരണകാര്യങ്ങളിലെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ ഖലീഫയുടെ നേതൃത്വം അംഗീകരിച്ചിരുന്നവരാണ്. ഖലീഫയുടെ നേതൃത്വത്തെ അംഗീകരിച്ചിരുന്നവരാണ് ഈ സുൽത്താൻ ഭരണത്തിലുള്ളവർ. പിന്നെ നമ്മൾ പറയുന്ന ഭരണത്തിന്റെയും സൈന്യത്തിന്റെയും നീതിന്യായത്തിന്റെയും തലവൻ ആരായിരിക്കും? സൈന്യത്തിന്റെ ആണെങ്കിലും ഭരണത്തിന്റെ ആണെങ്കിലും നീതിന്യായത്തിന്റെ ആണെങ്കിലും തലവൻ എപ്പോഴും സുൽത്താൻ ആയിരിക്കും. ഭരണകാര്യങ്ങളിൽ സുൽത്താനെ സഹായിക്കുന്നതിനായിട്ട് നിരവധി മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഉണ്ടായിരിക്കും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ കൃത്യമായിട്ടുള്ള ഒരു പിന്തുടർച്ച അവകാശമില്ല. നമുക്കറിയാലോ, ഫസ്റ്റ് നമ്മൾ അടിമവംശം പറയുന്നു, പിന്നെ നെക്സ്റ്റ് ഗിൽജി വംശമാണ് വരുന്നത് അല്ലെ, മറ്റൊരു വംശം വരണം. അത് കഴിഞ്ഞിട്ട് പിന്നെ തുഗ്ലക് വംശം, വേറൊരു വംശം വരാണ്. അതായത് കൃത്യമായിട്ടുള്ള ഒരു പിന്തുടർച്ച അവകാശമല്ല. ആര് കീഴ്പ്പെടുത്തുന്നു അവരാണ് നെക്സ്റ്റ് വംശം അല്ലെങ്കിൽ നെക്സ്റ്റ് അധികാരം കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു പിന്തുടർച്ച അവകാശമില്ല. അപ്പൊ ഏത് സമയത്ത് ഒരു ആക്രമണം ഉണ്ടാകാല്ലേ. അതുകൊണ്ട് തന്നെ ഇവരെല്ലാം തന്നെ ശക്തമായിട്ടുള്ള ഒരു സൈന്യത്തെ എപ്പോഴും നിലനിർത്തി പോന്നിരുന്നു. അപ്പൊ ശക്തമായിട്ടുള്ള ഒരു സൈന്യം എന്ന് പറയുമ്പോൾ വലിയൊരു സൈന്യത്തെ തന്നെ മാനേജ് ചെയ്ത് കൊണ്ടുപോകണം അല്ലേ. അപ്പൊ ഇത്തരത്തിൽ വലിയൊരു സൈന്യത്തെ മാനേജ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ ഒരുപാട് ചെലവുണ്ട്. ഇവർക്കെല്ലാം ഭക്ഷണം കൊടുക്കണം, ഇവരുടെ എല്ലാം അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ നിറവേറ്റണം അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വില നിയന്ത്രണം എന്നുള്ളത് വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമായിരുന്നു, വില നിയന്ത്രിക്കുക എന്നുള്ളത്.
അതുകൊണ്ട് തന്നെ കമ്പോള പരിഷ്കാരങ്ങൾ നമ്മുടെ അലാവുദ്ദീൻ ഖിൽജി വംശത്തിലെ അലാവുദ്ദീൻ ഖിൽജി നടപ്പിലാക്കിയ ഒരു പരിഷ്കാരമാണ് കമ്പോള നിയന്ത്രണം. നമ്മൾ ഇനി പറയും, ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. കമ്പോള നിയന്ത്രണം, അതായത് വിലകൾ നിയന്ത്രിച്ച് നിർത്താം. ഒരിക്കലും നമ്മളിപ്പോ ഈ പറയുന്ന ഈ കരിഞ്ചന്ത അല്ലെങ്കിൽ പൂഴ്ത്തിവെപ്പ് അങ്ങനത്തെ എന്തെങ്കിലും സംഭവം കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല ശിക്ഷയായിരിക്കും കിട്ടുന്നത്. അപ്പൊ ഇത്തരത്തില് വില ഒരിക്കലും കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരുപാട് മാർഗങ്ങളിൽ ഈ അലാവുദ്ദീൻ ഖിൽജി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിനെയാണ് കമ്പോള നിയന്ത്രണം എന്ന് പറയുന്നത്. അപ്പൊ കമ്പോള നിയന്ത്രണം ആരാണ് കൊണ്ടുവന്നതെന്ന് PSC പണ്ട് സ്ഥിരം ചോദിക്കാറുണ്ട്. അത് അലാവുദ്ദീൻ ഖിൽജിയാണ്. എന്തിനാണ് ഈ കമ്പോള നിയന്ത്രണം കൊണ്ടുവന്നത്? കാരണം കമ്പോളത്തില് വില ഒരിക്കലും വർദ്ധിക്കാൻ പാടില്ല. വില വർദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കമ്പോളത്തിൽ സാധനങ്ങളുടെ വില വർദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര വലിയൊരു സൈന്യത്തെ നിലനിർത്തിക്കൊണ്ട് പോകാൻ ആർക്ക് സാധിക്കില്ല? സുൽത്താന് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ വില നിയന്ത്രണം എന്നുള്ളത് വളരെയധികം പ്രാധാന്യം നൽകിയൊരു കാര്യമാണ്. ആരാണ് ഇത് കൊണ്ടുവന്നത്? കമ്പോള വില നിയന്ത്രണം എന്ന് കൊണ്ടുവന്നത് അലാവുദ്ദീൻ ഖിൽജിയാണ്. ഇത്തരത്തിൽ ഈ പൂഴ്ത്തിവെപ്പ് അതുപോലെ കരിഞ്ചന്തൊക്കെ നടത്തുന്നവർക്ക് വലിയ ശിക്ഷ നടത്തിയിരുന്നു. അതുപോലെ തന്നെ ഈ രാജകൊട്ടാരത്തിൽ ഒരുപാട് വസ്തുക്കൾ ഇങ്ങനെ ശേഖരിച്ച് വെച്ചിട്ട് ഈ ക്ഷാമം വരുന്ന സമയത്ത് ഇതെല്ലാം തന്നെ വിറ്റുകൊടുക്കും. അതായത് ഒരിക്കലും വില കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള ഒരുപാട് മാർഗങ്ങളൊക്കെ ആര് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു? നമ്മുടെ ഈ അലാവുദ്ദീൻ ഖിൽജി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. ഭരണകാര്യങ്ങളിൽ സുൽത്താനെ സഹായിക്കുന്നതിനായിട്ട് നിരവധി മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. കൃത്യമായിട്ടുള്ള പിന്തുടർച്ചാ നിയമം ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ആക്രമണ ഭീഷണി ചെറുക്കുന്നതിനും രാജാവിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിനുമായിട്ട് ശക്തമായിട്ടുള്ള ഒരു സൈന്യത്തെ സ്ഥിരമായിട്ട് നിലനിർത്തി പോന്നിരുന്നു. ഭരണ സൗകര്യത്തിനായിട്ട് വിശാലമായ രാജ്യത്തെ വിവിധ ഭാഗങ്ങളായിട്ട് വിഭജിച്ചു. ഗ്രാമതലത്തിൽ പ്രാദേശിക നിയമങ്ങളാണ് നിലനിന്നിരുന്നത്. കുറെ ഗ്രാമങ്ങളായിട്ട് വിഭജിച്ചിരുന്നു. ആ ഗ്രാമങ്ങളിലെല്ലാം സുൽത്താൻ പറഞ്ഞ നിയമങ്ങളെല്ലാം അവിടെയൊക്കെ പ്രാദേശികമായിട്ടുള്ള നിയമങ്ങളാണ് നിലനിന്നത്. അപ്പൊ ഇതൊക്കെ എന്തിന്റെ പ്രത്യേകതയാണ്? സുൽത്താനേറ്റ് ഭരണത്തിന്റെ പ്രത്യേകതകളാണ്. ഒന്നും കൂടി ഓർത്ത് നോക്കിയേ, സുൽത്താനേറ്റ് ഭരണത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? തുർക്കി പാരമ്പര്യത്തിന്റെ സ്വാധീനം ഉണ്ടായിരുന്നു, അല്ലെ? തുർക്കി പാരമ്പര്യത്തിന്റെ സ്വാധീനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവര് ഖലീഫയുടെ നേതൃത്വത്തെ അംഗീകരിച്ചിരുന്നു. ഭരണത്തിന്റെയും സൈന്യത്തിന്റെയും നീതിന്യായത്തിന്റെയും തലവൻ ആരായിരുന്നു? അത് സുൽത്താനായിരുന്നു. ഭരണകാര്യങ്ങളിൽ സുൽത്താനെ സഹായിക്കാനും ഒരുപാട് മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. പക്ഷെ എന്താണ്? കൃത്യമായിട്ടുള്ള ഒരു പിന്തുടർച്ചാ നിയമം ഉണ്ടായിരുന്നില്ല. ആക്രമണ ഭീഷണി ചെറുക്കുന്നതിനും അതുപോലെ തന്നെ രാജ്യവിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിനുമായിട്ട് ശക്തമായിട്ടുള്ള ഒരു സൈന്യത്തെ നിലനിർത്തിയിരുന്നു. ഭരണ സൗകര്യത്തിനായിട്ട് വിശാലമായ രാജ്യത്തെ വിവിധ ഭാഗങ്ങളായിട്ട് വിഭജിച്ചു. ഗ്രാമതലങ്ങളിലെ പ്രാദേശിക നിയമങ്ങളാണ് നിലനിന്നിരുന്നത്. ഇനി പ്രാദേശിക ഭരണത്തെ കുറിച്ചാണ് പറയുന്നത്. പ്രാദേശിക ഭരണം എന്ന് പറയുമ്പോൾ ഈ ഭരണ സൗകര്യത്തിനായിട്ട് നമ്മുടെ സാമ്രാജ്യത്തെ പ്രവിശ്യകള്, ഷിക്കുകള്, പർഗാനകള്, ഗ്രാമങ്ങൾ ഇങ്ങനെ 4ആയിട്ടാണ് തിരിച്ചിരുന്നത്. നമുക്ക് പരിചയമില്ലാത്ത വാക്കുകളാണ്, ശ്രദ്ധിച്ച് പഠിക്കണം. സുൽത്താൻ ഭരണ കാലഘട്ടത്തില് സാമ്രാജ്യത്തെ പ്രവിശ്യകൾ, ഷിക്കുകൾ, പർഗാനകൾ, ഗ്രാമങ്ങൾ. പ്രവിശ്യകൾ, ഷിക്കുകൾ, പർഗാനകൾ, ഗ്രാമങ്ങൾ. പ്രവിശ്യകൾ, ഷിക്കുകൾ, പർഗാനകൾ, ഗ്രാമങ്ങൾ. കിട്ടിയോ? കുറച്ച് തവണ പറയാം. എന്തൊക്കെയായിട്ടാണ്? 4ആയിട്ടാണ്. സുൽത്താൻ ഭരണ കാലഘട്ടത്തിൽ സാമ്രാജ്യത്തെ 4ആയിട്ടാണ് തിരിച്ചത്. ഏറ്റവും ആദ്യം പ്രവിശ്യ, സാമ്രാജ്യത്തെ ഫസ്റ്റ് തന്നെ പ്രവിശ്യ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ബ്രിട്ടീഷ് കാലഘട്ടത്തിലും അതല്ലേ, പ്രവിശ്യയായിട്ട് തിരിച്ചു. ഫസ്റ്റ് പ്രവിശ്യ. നെക്സ്റ്റ് ഷിക്കുകളായിട്ട് തിരിച്ചു. അടുത്തത് പർഗാന, ഗ്രാമം. പർഗാന പിന്നെ ഗ്രാമം. അപ്പൊ പ്രവിശ്യകളായിട്ട്, ഷിക്കുകളായിട്ട്, പർഗാനകളായിട്ട്, ഗ്രാമങ്ങളായിട്ട് വിഭജിച്ചു. ഓരോ വിഭാഗത്തിനും പ്രത്യേകം ഉദ്യോഗസ്ഥരെ നിയമിച്ചിരുന്നു. അവരുടെ അധികാരം പരമ്പരാഗതമായിരുന്നില്ല. അതായത് ഒരാൾ പോയി, ഒരു ഉദ്യോഗസ്ഥൻ പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് പരമ്പരാഗതമായിട്ടല്ല അടുത്ത ഉദ്യോഗസ്ഥൻ വരാം. ഈ സുൽത്താൻ തന്നെ നിയമിക്കുന്ന മറ്റൊരു ഉദ്യോഗസ്ഥനാണ് അവിടേക്ക് വരുന്നത്. ക്രമസമാധാന പാലനം, നീതിന്യായ നിർവഹണം, ഭൂനികുതി പിരിക്കൽ, സൈനിക സംഘാടനം ഇവയുടെ എല്ലാം ചുമതല ഇവർക്കാണ് നൽകിയിരുന്നത്. ഒരിക്കലും ഗ്രാമത്തിന്റെ ഭരണകാര്യങ്ങളിൽ ഒന്നും തന്നെ സുൽത്താൻ നേരിട്ട് ഇടപെടില്ലായിരുന്നു. അടുത്തത് ഇഖ്ത സമ്പ്രദായത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇഖ്ത സമ്പ്രദായം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇഖ്ത സമ്പ്രദായം എന്ന് പറയുന്നത് സുൽത്താനേറ്റ് ഭരണകാലഘട്ടത്തിൽ ആരംഭിച്ച ഒരു സമ്പ്രദായമാണ് ഇഖ്ത. ശ്രദ്ധിക്കുക, ഇഖ്ത സമ്പ്രദായം സുൽത്താനേറ്റ് ഭരണകാലഘട്ടത്തിൽ, അതായത് നമ്മുടെ അടിമ വംശത്തിന്റെ സ്ഥാപകനായിട്ടുള്ള കുത്തബ്ദീൻ ഐബക്ക് അല്ലെ, ആ അടിമ വംശത്തിൽ ആരംഭിച്ച ഒരു സമ്പ്രദായമാണ് ഇഖ്ത സമ്പ്രദായം എന്നുള്ളത്. എന്താണ് ഈ ഇഖ്ത സമ്പ്രദായം എന്ന് വെച്ച് കഴിഞ്ഞാല്,
അതായത് നമ്മൾ ഒരു സാമ്രാജ്യത്തിന് കീഴിൽ ഒരുപാട് രാജ്യങ്ങൾ ഉണ്ടാവും അല്ലെ. ഒരിക്കലും ഒരു സുൽത്താന് എല്ലാ രാജ്യങ്ങളുടെ കാര്യങ്ങളും സൈനിക കാര്യങ്ങളും നികുതി പിരിവും അതേപോലെ തന്നെ അതിന്റെ സംരക്ഷണവും എല്ലാതും സുൽത്താന് നേരിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും കുറെ പ്രദേശങ്ങളായിട്ട് അതിനെ വിഭജിക്കും. എന്നിട്ട് ഈ പ്രദേശങ്ങളുടെ ചുമതല സൈനികർക്ക് നൽകാണ്. സൈനിക മേധാവികളെയാണ് ഏൽപ്പിക്കുന്നത്. കാരണം സൈനിക മേധാവികളാവുമ്പോൾ നികുതി പിരിക്കാൻ എളുപ്പമാണ്, ഒന്ന് പേടിപ്പിച്ചൊക്കെ പിരിക്കുക അല്ലെ. അതേപോലെ തന്നെ അവർക്ക് സംരക്ഷണം നൽകാനും ആ പ്രദേശം സംരക്ഷിച്ചു കൊണ്ടുവരാനും ആർക്ക് എളുപ്പമാണ്? സൈനിക മേധാവികൾക്ക് എളുപ്പമാണ്. അപ്പം ഇത്തരത്തില് ഈ സുൽത്താന് കീഴിലുള്ള സാമ്രാജ്യത്തെ പല പ്രദേശങ്ങളായിട്ട് പല ഭാഗങ്ങളായിട്ട് വിഭജിച്ചിട്ട് ആ ഭാഗങ്ങളുടെ ചുമതല ആരെ ഏൽപ്പിക്കുകയാണ്? സൈനിക മേധാവികളെ ഏൽപ്പിക്കുകയാണ്. ഇത്തരത്തിൽ ഇങ്ങനെ വിഭജിച്ചിട്ടുള്ള പ്രദേശങ്ങളെയാണ് നമ്മൾ ഇഖ്ത എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി ഇതിന്റെ ചുമതലയുള്ള സൈനിക മേധാവി ഉണ്ടല്ലോ, അയാളെയാണ് ഇഖ്തദാർ. അയാളെ പേരെന്താണ്? ഇഖ്തദാർ അഥവാ മുക്തി വാലി. ഇഖ്തദാർ അഥവാ മുക്തി വാലി ഇതിൽ ഏതെങ്കിലും ഒരു പേരിലാണ് അറിയപ്പെടുക. ഇഖ്തദാർ അഥവാ മുക്തി വാലി ഇതിൽ ഏതെങ്കിലും ഒരു പേരിലാണ് അറിയാം. ഇനി ഇയാൾക്കാണ് ആ സ്ഥലത്തിലെ നികുതി പിരിവിന്റെയും അതേപോലെ തന്നെ ക്രമസമാധാനത്തിന്റെയും എല്ലാം ചുമതല ഈ സൈനിക മേധാവിക്കായിരിക്കും. അയാൾ എന്ത് ചെയ്യും? നികുതി പിരിച്ചെടുക്കും. ആ പിരിച്ചെടുത്ത തുകയിൽ ഒരു നിശ്ചിത ശതമാനം അയാളുടെ ആവശ്യത്തിന് അയാൾ ഉപയോഗിക്കും അല്ലെ. ബാക്കി വരുന്ന തുക ആരെ ഏൽപ്പിക്കും? ഖജനാവിലേക്ക് അല്ലെ, ഭരണനിർവഹണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സുൽത്താന് കൈമാറും. അവർക്ക് സ്വന്തമായിട്ടുള്ള അധികാരങ്ങൾ, സ്വതന്ത്ര അധികാരം നൽകിയിരുന്നില്ല. എല്ലാം സ്വതന്ത്രമായിട്ടുള്ള അധികാരങ്ങളും നൽകിയിരുന്നില്ല. രാജാവിനോട് സുൽത്താനോട് ആലോചിച്ച ശേഷം മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ, അല്ലാതെ സ്വന്തം ഒന്നും നടപ്പിലാക്കാൻ സാധ്യമല്ല. അപ്പൊ ഈ സമ്പ്രദായമാണ് ഇഖ്ത സമ്പ്രദായം. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇഖ്ത സമ്പ്രദായം ആരംഭിച്ചത് സുൽത്താനേറ്റ് ഭരണ കാലഘട്ടത്തിലാണ്. അതായത് നമ്മൾ ഈ പറഞ്ഞ അഗീദ് സലോല് അടിമ വംശത്തിന്റെ കാലഘട്ടത്തിലാണ് ഇഖ്ത സമ്പ്രദായം ആരംഭിക്കുന്നത്. എന്താണ് ഇഖ്ത സമ്പ്രദായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സുൽത്താന് കീഴിലുള്ള മൊത്തം സാമ്രാജ്യത്തിന്റെ പ്രദേശത്തെ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യും, വിഭജിക്കും. എന്നിട്ട് ഓരോ ഭാഗത്തിന്റെയും ചുമതല സൈനിക മേധാവികളെ ഏൽപ്പിക്കും. ഈ പ്രദേശങ്ങളെ അറിയപ്പെട്ടിരുന്ന പേരാണ് ഇഖ്ത എന്നറിയപ്പെടുന്നത്. അതിന്റെ ചുമതലയുള്ള സൈനിക മേധാവികളെയാണ് ഇഖ്തദാർ. ഇഖ്തദാർ അഥവാ മുക്തി വാലി എന്നീ പേരുകളിലെല്ലാം തന്നെ അറിയപ്പെട്ടിരുന്നത്. ഈ സൈനിക മേധാവികൾക്കാണ് അവിടുത്തെ നികുതി പിരിവിന്റെയും അതേപോലെ തന്നെ ക്രമസമാധാനത്തിന്റെയും ചുമതലയുള്ളത്. ഇവർക്കൊരിക്കലും സ്വതന്ത്ര ചുമതലയില്ല. സ്വന്തം ഇഷ്ടത്തിന് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അതൊക്കെ സുൽത്താനുമായിട്ടും അല്ലെങ്കിൽ അതിന്റെ ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ കൂടി ആലോചിച്ചിട്ട് നടത്താൻ പറ്റുള്ളൂ. പക്ഷെ നികുതി പിരിച്ചിട്ട് അതിലൊരു ശതമാനം സ്വന്തം ആവശ്യത്തിന് ചെലവഴിക്കാം. ബാക്കിയുള്ളത് ഖജനാവിലേക്ക് സുൽത്താന് കൈമാറണം. ഇതാണ് ഇഖ്ത സമ്പ്രദായം. ഇഖ്ത സമ്പ്രദായം ആരംഭിച്ചത് സുൽത്താനേറ്റ് ഭരണകാലഘട്ടത്തിലാണെന്നുള്ള കാര്യം ഓർത്തു വെക്കണം. അടുത്തത് കമ്പോള പരിഷ്കരണം. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് അല്ലെ, കമ്പോള പരിഷ്കരണത്തെ കുറിച്ചിട്ട്. കമ്പോള പരിഷ്കരണം കൊണ്ടുവന്നത് അലാവുദ്ദീൻ ഖിൽജിയാണ്. ഖിൽജി വംശത്തിലെ രാജാവ്, ഒരു സുൽത്താനായിരുന്നു അലാവുദ്ദീൻ ഖിൽജി. അപ്പൊ അദ്ദേഹം എന്തിനാണ് ഈ കമ്പോള പരിഷ്കരണം കൊണ്ടുവന്നത് എന്ന് പറഞ്ഞു അല്ലെ. കാരണം ഇവരെപ്പോഴും അധികാരം ഏത് സമയം വേണമെങ്കിലും നഷ്ടപ്പെട്ടു പോകാം. അതുകൊണ്ട് തന്നെ സദാസമയം ഒരു വലിയൊരു സൈന്യത്തെ ഇവർ നിലനിർത്തിയിരുന്നു. അപ്പൊ ഈ സൈന്യത്തിന് ചെലവുണ്ട് അല്ലെ, ഇവർക്ക് ശമ്പളം നൽകണം. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് ഇവര് കുറഞ്ഞ വിലയിൽ സാധനങ്ങൾ കിട്ടും എന്നുണ്ടെങ്കിൽ ശമ്പളവും കുറച്ച് നൽകിയാൽ മതി. ചെലവ് കൂടുമ്പോഴാണ് കൂടുതൽ ശമ്പളം നൽകേണ്ടതായിട്ട് വരാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എപ്പോഴും കമ്പോളത്തിലെ സാധനങ്ങളുടെ വില കുറച്ച് നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പരിഷ്കാരങ്ങളും ഒരുപാട് നിയന്ത്രണങ്ങളൊക്കെ ആര് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു? അലാവുദ്ദീൻ ഖിൽജി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിനെയാണ് കമ്പോള നിയന്ത്രണം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ല, അതായത് പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയൊക്കെ പൂർണ്ണമായിട്ടും നിരോധിച്ചിരുന്നു. അങ്ങനെ ചെയ്യുന്നവർക്ക് വലിയ ശിക്ഷകളൊക്കെ ഏർപ്പെടുത്തിയിരുന്നു. അതേപോലെ തന്നെ അവശ്യ സാധനങ്ങളൊക്കെ തന്നെ സർക്കാരിന്റെ ധാന്യപ്പുരകളുണ്ട്, അതിൽ ഇവർ വാങ്ങിച്ചു വെക്കും. എന്നിട്ട് ക്ഷാമകാലത്ത് എന്ത് ചെയ്യും? മിതമായ നിരക്കിൽ തന്നെ അതെല്ലാം വിറ്റ് നൽകും. കമ്പോള നിയമങ്ങളെല്ലാം തന്നെ കർശനമായിരുന്നു. അതുപോലെ അളവുകളും തൂക്കങ്ങളൊക്കെ ഏകീകരിച്ച് കൃത്യമായിട്ടുള്ള അളവുകളും തൂക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇത്തരത്തില് കമ്പോളവുമായി ബന്ധപ്പെട്ട ഒരുപാട് നിയമങ്ങളും നിയന്ത്രണങ്ങളും കൊണ്ടുവന്നു. ഇതാരാണ് കൊണ്ടുവന്നത്? അലാവുദ്ദീൻ ഖിൽജിയാണ് കൊണ്ടുവന്നത്. എന്തിനാണ് കൊണ്ടുവന്നത്? ഇതിന്റെ ഫലമായിട്ട് സൈനികർക്ക് കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ വാങ്ങാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് തന്നെ ഉയർന്ന ശമ്പളം അവർക്ക് നൽകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അത്തരം നടപടികളിലൂടെ സുൽത്താൻ സൈനിക ചെലവ് കുറയ്ക്കുകയും അതിലൂടെ ലഭിച്ച വരുമാനം കൊണ്ട് സൈനികരുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ചെയ്തു. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ കമ്പോള നിയന്ത്രണം കൊണ്ടുവന്നത്. ആരാണ് കൊണ്ടുവന്നത്? അലാവുദ്ദീൻ ഖിൽജിയാണ് കൊണ്ടുവന്നത്.
അതേപോലെ തന്നെ ഈ സുൽത്താനേറ്റ് ഭരണ കാലഘട്ടത്തിലെ ഭരണ സംവിധാനത്തിലെ ഓരോ പ്രദേശങ്ങളും നമ്മൾ പറഞ്ഞു 4 പ്രദേശങ്ങളായി തിരിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഒന്നാമത്തത് പ്രവിശ്യയായിട്ടാണ് തിരിച്ചത്. രണ്ടാമത് നമ്മൾ ഷിക്ക്, പിന്നെ പർഗാന, ഗ്രാമം, ഇങ്ങനെ 4ആയി തിരിച്ചിരുന്നു എന്ന് പറഞ്ഞു അല്ലേ. എന്തൊക്കെയായിട്ടാണ് തിരിച്ചത്? പ്രവിശ്യകളായി തിരിച്ചു, ഷിക്കുകളായി തിരിച്ചു, പർഗാനയായി തിരിച്ചു, ഗ്രാമമായി തിരിച്ചു അല്ലെ. ഇതിന്റെ എല്ലാം തലവന്മാരെ പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. അതിൽ പ്രവിശ്യയിലെ ഉദ്യോഗസ്ഥരാണ്, പ്രവിശ്യകളുടെ നിയന്ത്രണമുള്ള ഉദ്യോഗസ്ഥരാണ് മുക്തി വാലി. നമ്മൾ നേരത്തെ ഇഖ്തദാർ എന്ന് പറഞ്ഞില്ലേ, ആ മുക്തി വാലി എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ മുക്തി വാലി എന്നറിയപ്പെടുന്നത് പ്രവിശ്യകളുടെ നിയന്ത്രണമുള്ള ഉദ്യോഗസ്ഥരാണ് മുക്തി വാലി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. അടുത്തത് ഷിക്ക്. ഷിക്ക് എന്ന് പറയുമ്പോൾ എളുപ്പമാണ് പഠിക്കാൻ. ഷിക്കിന്റെ കൂടെ ഒരു ദാർ ചേർത്താൽ മതി. ഷിക്ക് ദാർ. ഷിക്ക് ദാർ ആണ് ഷിക്കുകളുടെ നിയന്ത്രണമുള്ള ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത്. അടുത്തത് പർഗാന. പർഗാന എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഗാന വരുന്നുണ്ടല്ലേ, ഗാന, ഖാന, ഖാന. നമ്മ ഭക്ഷണം കഴിക്കുന്നതിനെ പറയില്ലേ ഗാന എന്ന് പറയില്ലേ. അപ്പൊ ആ ഗാന അങ്ങനെ പറയുന്നു തോന്നുന്നുണ്ടല്ലേ. അപ്പൊ ഗാന, അപ്പൊ അവിലാണ് കഴിക്കുന്നതെന്ന് ഓർത്താൽ മതി. ഗാന എന്ന് പറയുമ്പോൾ കഴിക്കുന്നത് അവിലാണെന്ന് ഓർത്താൽ മതി. അവിലിന് പകരം അമിൽ. അമിൽ എന്നാണ് പർഗാനയുടെ നിയന്ത്രണമുള്ള ഉദ്യോഗസ്ഥരെ പറയുക. പർഗാനയുടെ നിയന്ത്രണമുള്ള ഉദ്യോഗസ്ഥര് എന്താണ്? അമിലാണ്. അടുത്തത് ഗ്രാമം. ഗ്രാമത്തിന്റെ മുഖദം എന്നാണ്. മുഖദം, 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 നമ്മള് മുക്കും മൂല എന്നൊക്കെ പറയാം. ഗ്രാമത്തിന്റെ മുക്കും മൂലയും എന്നൊക്കെ പറയില്ല, അതുപോലെ മുഖദം, ഗ്രാമത്തിന്റെ മുഖദം എന്ന ആണ് ഉദ്യോഗസ്ഥന്റെ പേര്. അപ്പൊ ഇതൊക്കെ ഒന്ന് ഓർത്ത് നോക്കിയേ. പ്രവിശ്യകളുടെ ഉദ്യോഗസ്ഥന്റെ പേരെന്താണ്? മുക്തി വാലി. മുക്തി വാലി എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇഖ്തദാർ എന്നും പറയാം. ഷിക്കിന്റെ ആണെങ്കിൽ ഷിക്ക്ദാർ ആണ്. ഷിക്കിന്റെ ആകുമ്പോൾ ഷിക്ക്ദാർ ആണ്. പർഗാന എന്ന് പറയുമ്പോൾ ഗാന, കഴിക്കുന്നത് അവിലാണ് അല്ലെ. അപ്പൊ അമിൽ എന്നാണ് പർഗാനയുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥന്റെ പേര്. ഗ്രാമം എന്ന് പറയുമ്പോൾ ഗ്രാമത്തിന്റെ മുക്കും മൂലയും നോർത്താൽ മതി. അപ്പൊ മുക്കദം എന്നാണ് ഗ്രാമത്തിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥന്റെ പേര്. ഇനി അതേപോലെ തന്നെ നമ്മൾ കേന്ദ്രത്തിൽ ഒരു ഭരണം ഉണ്ടായിരിക്കും അല്ലെ. കേന്ദ്രത്തിന്റെ മൊത്തം എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഒരു കേന്ദ്ര ഭരണം ഉണ്ടാവില്ലേ. ഈ കേന്ദ്രത്തിൽ എന്താണ്? ധനകാര്യം നോക്കുന്ന ആളുണ്ടാവും, സൈനികമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്ന ആള്, നീതിന്യായം നോക്കുന്ന ആള് അല്ലെ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന മെയിൻ ഉദ്യോഗസ്ഥരുണ്ടാവും. അവർക്കും പല പേരുകളാണ് പറഞ്ഞിരുന്നത്. അതിൽ ധനകാര്യം, നമ്മൾ ധനകാര്യ മന്ത്രി എന്നൊക്കെ പറയുന്ന പോലെ ധനകാര്യത്തിന്റെ ചുമതല ഉണ്ടായിരുന്നത് വസീർ എന്നാണ് പറയാ. വസീർ എന്നാൽ ധനകാര്യത്തിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനാണ് വസീർ എന്ന് പറയുന്നത്. സൈനികമാകുമ്പോൾ മമാലിക് എന്നാണ്. സൈനികം മമാലിക് ആണ്. നീതിന്യായം മുഖ്യ സദർ ആണ്. നീതിന്യായം എന്ന് പറയുമ്പോൾ മുഖ്യ സദർ. നീതിന്യായൊക്കെ മുഖ്യനായിട്ടുള്ള ആൾക്കാരായിരിക്കില്ല, ഏറ്റവും മുഖ്യമായിട്ടുള്ള ആൾക്കാരല്ലേ നീതിന്യായൊക്കെ ചെയ്യുക. അപ്പൊ മുഖ്യ സദർ ആണ് നീതിന്യായം. ഇനി രാജകീയമായിട്ടുള്ള കത്തിടപാടുകൾ. പണ്ട് കത്തിടപാടുകളല്ലേ, സന്ദേശങ്ങളല്ലേ അയക്കാം. ഇപ്പൊ നമ്മുടെ ശത്രുക്കൾക്കാണെങ്കിലും മിത്രങ്ങൾക്കാണെങ്കിലും ഒക്കെ അവര് കത്തിടപാടുകളാണല്ലേ നടത്താം. അപ്പൊ ഇത്തരത്തിൽ കത്തിടപാടുകളൊക്കെ നടത്തിയിരുന്നത്, രാജകീയമായിട്ടുള്ള കത്തിടപാടുകളൊക്കെ ദിവാനി ഇ ഇൻഷ എന്നാണ് ആ ഉദ്യോഗസ്ഥന്റെ പേര്. അപ്പൊ ഒന്ന് ഓർത്തോക്കെ. കേന്ദ്ര ഭരണമാവുമ്പോൾ ധനകാര്യം വസീറാണ്, സൈനികം മമാലിക് ആണ്, നീതിന്യായം മുഖ്യ സദറാണ്, രാജകീയമായിട്ടുള്ള കത്തിടപാടുകൾ ദിവാനി ഇ ഇൻഷയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സുൽത്താനേറ്റ് ഭരണകാലഘട്ടത്തിൽ ഓർത്തു വെക്കണം. അടുത്ത നമുക്ക് മുഗൾ കാലഘട്ടത്തെ കുറിച്ചാണ് പറയാം. അപ്പൊ മുഗൾ തൊട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. കാരണം ഇതെല്ലാതും ഇങ്ങനെ നമ്മൾ പഠിക്കാത്ത കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അല്ലെ. എല്ലാം കൂടി കേൾക്കുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ മൊത്തത്തിൽ അങ്ങോട്ടൊന്ന് പുകഞ്ഞു പോകും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഓടിച്ച് ഓർമ്മപ്പെടുത്താം. ആദ്യം തന്നെ നമ്മൾ പറഞ്ഞത് നമ്മുടെ ഇന്ത്യൻ ഭരണ സംവിധാനത്തിന് വേദകാലഘട്ടത്തോളം പഴക്കമുണ്ട് അല്ലെ. വേദകാലഘട്ടത്തിൽ 2ആയിട്ട് തിരിച്ചിരുന്നു നമ്മുടെ സമൂഹത്തിന്. എന്തൊക്കെയാണ് തിരിച്ചിരുന്നത്? സഭ എന്നും സമിതി എന്നും. സഭ എന്ന് പറയുമ്പോൾ അസംബ്ലി ഓഫ് എൽഡേഴ്സും, സമിതി എന്ന് പറയുമ്പോൾ അസംബ്ലി ഓഫ് പീപ്പിൾസും ആണ്. പിന്നെ അതിനുശേഷം നമ്മൾ പറഞ്ഞത് നമ്മുടെ മനുവിന്റെ കാലഘട്ടത്തിൽ, മനു എന്ന് വെച്ചാൽ ആരാണ്? നമ്മുടെ ആദ്യത്തെ നിയമദാതാവാണ് അല്ലെ. അംബേദ്കറെ നമ്മൾ ആധുനിക മനു എന്നാണ് പറയുക. അപ്പൊ നമ്മുടെ ഏറ്റവും ആദ്യത്തെ നിയമദാതാവ് എന്നറിയപ്പെടുന്നത് മനുവാണ്. മനുവിന്റെ കാലഘട്ടത്തിൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ സംവിധാനം നിലനിന്നിരുന്നു എന്ന് പറയുന്നു. നമ്മുടെ രാമായണത്തിലാണെങ്കിലും മഹാഭാരതത്തിലാണെങ്കിലും ഒക്കെ തന്നെ രാജാവ്, ജനങ്ങള്, അവിടുത്തെ ഭരണ സംവിധാനം, സൈന്യം, ഇതിനെക്കുറിച്ചെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇന്ത്യയുടെ ഭരണ സംവിധാനത്തെ കുറിച്ച് നമുക്ക് പ്രതിപാദിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്ന പ്രധാനപ്പെട്ട 3 ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ്? ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ഒന്നാമത്തത് കൗടില്യന്റെ അർത്ഥശാസ്ത്രം,
രണ്ടാമത്തത് മെഗസ്തനീസിന്റെ ഇന്ത്യക്ക, മൂന്നാമത്തത് വിശാഖദത്തന്റെ മുദ്രരാക്ഷസം അല്ലെ. അതിൽ കൗടില്യന്റെ അർത്ഥശാസ്ത്രം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്ത് ഓർമ്മ വരണം? മൗര്യ സാമ്രാജ്യം ഓർമ്മ വരണം അല്ലെ. മൗര്യ സാമ്രാജ്യത്തിന്റെ നെടുന്തൂണായിരുന്നു അല്ലെ ഈ കൗടില്യൻ എന്ന് പറയുന്നത്. കാരണം മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ച ചന്ദ്രഗുപ്ത മൗര്യന്റെ പ്രധാനമന്ത്രിയായിരുന്നു കൗടില്യൻ എന്ന് പറയുന്നത്. ഈ കൗടില്യന്റെ ഈ അർത്ഥശാസ്ത്രത്തെ എന്തൊക്കെയാണ് അറിയപ്പെടുന്നത്? മൗര്യ സാമ്രാജ്യത്തിന്റെ ഗസറ്റിയർ, മൗര്യ സാമ്രാജ്യത്തിന്റെ ഗസറ്റിയർ, മൗര്യ സാമ്രാജ്യത്തിന്റെ മാനുവൽ എന്നീ പേരുകളിലൊക്കെയാണ് ഈ അർത്ഥശാസ്ത്രം അറിയപ്പെട്ടിരുന്നത്. അതേപോലെ തന്നെ കൗടില്യനെ അറിയപ്പെട്ടിരുന്നത് ഇന്ത്യൻ മാക്കിയവെല്ലി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കൗടില്യൻ തന്നെ യഥാർത്ഥ പേരാണ് വിഷ്ണുഗുപ്തൻ എന്നുള്ളത്. ഏറ്റവും ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സാമ്രാജ്യമാണ് അല്ലെ മൗര്യ സാമ്രാജ്യം. മൗര്യ സാമ്രാജ്യത്തിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് പറഞ്ഞത് പാടലിപുത്രയാണ്. ഇനി ഈ ഗ്രീക്ക് രേഖകളെല്ലാം സാൻഡ്രോ കോട്ടസ് എന്നറിയപ്പെട്ടിരുന്ന രാജാവ് ചന്ദ്രഗുപ്ത മൗര്യനാണ്. പുരാതന കാലം മുതൽ തന്നെ ഭരണത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് വില്ലേജുകളായിരുന്നു. കുറെ വില്ലേജുകളായിട്ടാണ് തിരിച്ചിരുന്നത്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഒരു കേന്ദ്രീകൃത ഭരണ വ്യവസ്ഥയ്ക്ക് തുടക്കം കുറിച്ചു. ശ്രദ്ധിക്കണം ആ പോയിന്റ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു കേന്ദ്രീകൃത ഭരണ വ്യവസ്ഥയ്ക്ക് തുടക്കം കുറിച്ചത് ചന്ദ്രഗുപ്ത മൗര്യനാണ്. കാരണം ഒരു മെയിൻ സാമ്രാജ്യം വരുന്നില്ല, ഒരുപാട് നാട്ടുരാജ്യങ്ങൾ ചേർന്നിട്ട് ഒരു വലിയൊരു സാമ്രാജ്യം വരുന്നത്. അപ്പൊ അവിടെ എന്താണ്, അല്ലെങ്കിൽ ഓരോ നാട്ടുരാജ്യത്തിലും പലരാണ് ഭരിച്ചിരുന്നത്. ഇത് എല്ലായിടത്തെയും കൂടിയിട്ട് ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഭരണം വരുന്നത് ഏത് കാലഘട്ടത്തിലാണ്? ഈ ചന്ദ്രഗുപ്ത മൗര്യന്റെ കാലഘട്ടത്തിലാണ്. അതേപോലെ തന്നെ പുരാതന ഇന്ത്യയിൽ ആദ്യമായിട്ട് മുനിസിപ്പൽ ഭരണം ആരംഭിച്ചതും ചന്ദ്രഗുപ്ത മൗര്യനാണ്. പിന്നെ അതിനുശേഷം നമ്മൾ പറഞ്ഞത് ഇതിന്റെ അർത്ഥശാസ്ത്രത്തിൽ 3 ഭാഗങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെ ഭാഗങ്ങളാണ്? ഒന്നാമത്തെ ഭാഗം എന്ന് പറയുമ്പോൾ രാജാവും സമിതിയും ഭരണവകുപ്പുകളാണ് പറയുന്നത്. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾ ഓർത്തു നോക്കിയേ? രാജാവിന് കുറെ ഇതുകൾ അല്ലെ, തീർപ്പ് കൽപ്പിക്കാനുണ്ടാവും, കുറെ കേസുകളൊക്കെ വരുമല്ലോ. അപ്പൊ അതിൽ നീതിന്യായം, സിവിലും ക്രിമിനലുമായിട്ടുള്ള നിയമങ്ങളെല്ലാം തന്നെ രണ്ടാം ഭാഗത്തിന് വരാം. മൂന്നാം ഭാഗം എന്ന് പറയുമ്പോൾ യുദ്ധം, അന്താരാഷ്ട്ര നിയമം, രാജതന്ത്രത്തിന് മൂന്നാം ഭാഗത്ത് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ അർത്ഥശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്ന ഒരു സിദ്ധാന്തമുണ്ട്, രാഷ്ട്രീയ സിദ്ധാന്തമുണ്ട്. അതാണ് സപ്താംഗ സിദ്ധാന്തം. എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അതിൽ 7 ഘടകങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. ഏതൊക്കെയാണ് 7 ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ രാജാവിനെ സ്വാമി എന്നും പറയും. രണ്ടാമത്തത് മന്ത്രിമാരും ഉദ്യോഗസ്ഥരാണ്. അവരിങ്ങനെ ബാക്കിൽ അമാന്തിച്ച് നിൽക്കുന്നവരല്ല, അതുകൊണ്ട് തന്നെ അവരെന്താണ് പറയാ? അമാത്യൻ എന്നാണ് പറയാ. മൂന്നാമത് പറയുന്നത് ഖജനാവാണ് അല്ലെ. ഖജനാവിൽ കുറെ പണം ഉണ്ടെങ്കിൽ നമുക്ക് കുറെ ദോശ വാങ്ങി കഴിക്കാലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഖജനാവിനെ കോസ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് നീതിന്യായം എന്ന് പറയുമ്പോൾ നമുക്ക് ദണ്ഡനം കിട്ടൂലേ, കുറെ ശിക്ഷകളൊക്കെ കിട്ടും. അപ്പൊ നീതിന്യായത്തിനെ ദണ്ഡ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് യുദ്ധം, സൈന്യം, കോട്ടകൾ, അതൊക്കെ ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ. അപ്പൊ നമ്മൾ യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ ദുർഗാദേവിക്ക് പൂജ കഴിച്ചുകൊണ്ടല്ലേ പോകുക, അതുകൊണ്ട് ദുർഗം എന്ന് പറയും. പിന്നെ മിത്രങ്ങള്, സഖ്യകക്ഷികളൊക്കെ വരുന്നത്. പിന്നെ ജനപദങ്ങള്, അങ്ങനെ 7 ഭാഗങ്ങളാണ് വരുന്നത്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ഖജനാവിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ അതിൽ കൃത്യമായിട്ട് കൗടില്യം പറഞ്ഞിട്ടുണ്ട്. രാജ്യത്തിന്റെ സമ്പത്ത് എന്ന് പറയുന്നത് നിയമാനുസൃതമായി മാത്രം വേണം ശേഖരിക്കാൻ. രാജ്യത്തിന്റെ സമ്പത്ത് നിയമാനുസൃതമായി മാത്രം സമ്പാദിക്കണം എന്ന് രാജാവിനെ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേപോലെ ഇങ്ങനെ നിയമാനുസൃതമായി സമ്പാദിക്കാനുള്ള ഉറവിടങ്ങളായിട്ടാണ് നികുതികളെ പറഞ്ഞത്. പലതരത്തിലുള്ള നികുതികൾ, കയറ്റുമതി ഇറക്കുമതി നികുതികൾ, ഭൂനികുതികൾ, വിൽപ്പന നികുതികൾ, ഇങ്ങനെ നിയമാനുസൃതമായിട്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കാനുള്ള ഇത്തരം നികുതി മാർഗങ്ങളെ കുറിച്ചും എന്തിൽ പറഞ്ഞിട്ടുണ്ട്? അർത്ഥശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സുൽത്താൻ ഭരണകാലഘട്ടത്തെ കുറിച്ച് പറഞ്ഞു. 1206 മുതൽ 1206 മുതൽ 1526 വരെയാണ് സുൽത്താൻ കാലഘട്ടം എന്ന് പറയുന്നത്. എത്ര? 5 വംശങ്ങളാണ് അല്ലെ വരുന്നത്. അഗിദ് സലോ എന്ന് പറയുമ്പോൾ അടിമ വംശം, ഗിൽജി വംശം, തുഗ്ലക് വംശം, സയ്യദ് വംശം, ലോധി വംശം. ഈ അടിമ വംശത്തിന് തന്നെയാണ് നമ്മൾ മാംലുക്ക് വംശം എന്ന് പറയുന്നത്. മാംലുക്ക് എന്ന് പറഞ്ഞാൽ അടിമ എന്നാണ് അർത്ഥം. മൗര്യ സാമ്രാജ്യ കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് ഒരു കേന്ദ്രീകൃത ഭരണരീതി എന്ന് പറഞ്ഞു അല്ലെ. സുൽത്താൻ ഭരണകാലഘട്ടത്തിലും അതെ ഒരു കേന്ദ്രീകൃത ഭരണരീതി തന്നെയാണ് അവർ കൊണ്ടുവന്നത്. പിന്നെ അതിന്റെ സവിശേഷതകൾ, ആ ഭരണ സംവിധാനത്തിന്റെ സവിശേഷതകൾ നമ്മൾ പറഞ്ഞു. അവര് തുർക്കിക്കാരുടെ സ്വാധീനം ഉണ്ടായിരുന്നു. കാരണം തുർക്കിക്കാരുടെ പാരമ്പര്യമായതുകൊണ്ട് തന്നെ അവർക്ക് തുർക്കിക്കാരുടെ സ്വാധീനം ഉണ്ടായിരുന്നു. അതുപോലെ ഖലീഫയുടെ നേതൃത്വത്തെ അവർ അംഗീകരിച്ചിരുന്നു. അവർക്കും നേതാവ് ആരായിരുന്നു? ഖലീഫ തന്നെയായിരുന്നു. കാരണം തുർക്കികളുടെ ഒരു സ്വാധീനം ഉണ്ടല്ലോ. അപ്പൊ തുർക്കികളുടെ സാമ്രാജ്യമാണ് ഓട്ടോമൻ സാമ്രാജ്യം എന്ന് പറയുന്നത്. ആ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ തലവനാണ് ഖലീഫ.
അപ്പൊ അതുകൊണ്ട് തന്നെ ഖലീഫയുടെ നേതൃത്വം ഇവരും ഈ സുൽത്താൻ ഭരണകാലഘട്ടം അംഗീകരിച്ചിരുന്നു. അതേപോലെ തന്നെ ഇതിന്റെ സഹായിക്കാൻ വേണ്ടിയിട്ട്, സുൽത്താനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥരും മന്ത്രിമാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഭരണത്തിന്റെ ആണെങ്കിലും സൈന്യത്തിന്റെ ആണെങ്കിലും നീതിന്യായത്തിന്റെ ആണെങ്കിലും ഒക്കെ തലവൻ ആരാണ്? സുൽത്താനാണ്. അദ്ദേഹത്തെ സഹായിക്കാൻ കുറെ പേരൊക്കെ ഉണ്ട്, പക്ഷെ തലവൻ എന്ന് പറയുന്നത് സുൽത്താനാണ്. പിന്നെ അതുപോലെ തന്നെ ആക്രമണ ഭീഷണി ചെറുക്കുന്നതിന് വേണ്ടിയിട്ടും രാജവിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ശക്തമായിട്ടുള്ള ഒരു സൈന്യത്തെ അവർ സ്ഥിരം നിലനിർത്തി പോന്നിരുന്നു. പിന്നെ രാജ്യത്തിന്റെ ഭരണം സുഗമമാക്കാൻ വേണ്ടിയിട്ട് വിശാലമായിട്ടുള്ള പ്രദേശത്തെ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് വിഭജിച്ചിരുന്നു. ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. അതിനുശേഷം ഇക്ത സമ്പ്രദായത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഇക്ത സമ്പ്രദായം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്ത സമ്പ്രദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രദേശത്തെ കുറച്ച് കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങളായിട്ട് മുറിച്ചിട്ട് സൈനിക മേധാവികളെ ഏൽപ്പിക്കും അല്ലെ. ആ പ്രദേശങ്ങളെയാണ് നമ്മൾ ഇക്ത എന്ന് പറയുക. ആ മേധാവികളെ പറയുന്ന പേരാണ് ഇക്തദാർ അഥവാ മുക്തി വാലി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. ആ പ്രദേശങ്ങളുടെ നികുതി പിരിവും അതേപോലെ തന്നെ അവിടുത്തെ ക്രമസമാധാനം ഒക്കെ വഹിച്ചിരുന്നത് ഈ ഇക്തദാർമാർ അല്ലെങ്കിൽ ഈ മുക്തി വാലികളായിരുന്നു. പിടിച്ചെടുത്ത തുകയുടെ ഒരു നിശ്ചിത ശതമാനം അവർക്ക് ചെലവഴിക്കാൻ, ബാക്കിയുള്ളത് രാജാവിന്റെ കൈമാറണം. സ്വതന്ത്രമായ അധികാരം അവർക്ക് നൽകിയിരുന്നില്ല അല്ലെ. പിന്നെ പറഞ്ഞത് കമ്പോള പരിഷ്കരണത്തെ കുറിച്ചിട്ടാണ്. കമ്പോള പരിഷ്കരണം കൊണ്ടുവന്നത് ആരാണ്? അലാവുദ്ദീൻ ഖിൽജിയാണ് കമ്പോള പരിഷ്കരണം കൊണ്ടുവന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്? സൈനിക ചെലവുകൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ആവിഷ്കരിച്ച ഒരു സംഭവമാണ് കമ്പോള നിയന്ത്രണം. നമ്മുടെ കരിഞ്ചന്തയും അതേപോലെ തന്നെ ഈ പൂഴ്ത്തിവെപ്പ് അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ ശക്തമായിട്ടുള്ള കർശനമായിട്ടുള്ള ശിക്ഷകൾ നൽകിയിരുന്നു. അതേപോലെ തന്നെ ഈ അളവുകളും തൂക്കങ്ങളൊക്കെ ഏകീകരിച്ചിരുന്നു. പിന്നെ സാധനങ്ങൾ സർക്കാരുകളുടെ ഖജനാവുകളിൽ ഖജനാവല്ല ധാന്യപ്പുരകളിൽ വാങ്ങി സൂക്ഷിച്ചു വെക്കും. എന്നിട്ട് എന്ത് സംഭവിക്കും? ക്ഷാമ സമയത്ത് മിതമായ നിരക്കിൽ വിതരണം ചെയ്യും. അതുപോലെ തന്നെ കമ്പോള നിയമങ്ങളെല്ലാം തന്നെ കർശനമാക്കി കൊണ്ടുവന്നിരുന്നു. ഇത്തരത്തിലൊക്കെയാണ് എങ്ങനെ നമ്മുടെ എപ്പോഴും ഈ വില നിയന്ത്രിച്ചുകൊണ്ട് വന്നിരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് ഉദ്യോഗസ്ഥന്മാരുടെ പേരുകളാണ് പറഞ്ഞിരുന്നത് അല്ലെ. പലതായിട്ട് നമ്മൾ ഇതിനെ സുൽത്താൻ ഭരണകാലഘട്ടത്തിൽ മൊത്തം പ്രദേശത്തെ നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഒന്നാമത്തത് പ്രവിശ്യാണ്, രണ്ടാമത്തത് ഷിക്കാണ്, മൂന്നാമത്തത് പർഗാന, നാലാമത്തത് ഗ്രാമം. ഇതില് ഈ പ്രവിശ്യകളുടെ മേൽനോട്ടം വഹിക്കുന്ന ഉദ്യോഗസ്ഥന്റെ പേര് ഇക്തദാർ അഥവാ മുക്തിവാലി. അതിനുശേഷം ഷിക്കിന്റെ ആവുമ്പോൾ ഷിക്ക്ദാർ, പർഗാനയാവുമ്പോൾ അമീല്, ഗാന അമീല്, ഗ്രാമങ്ങളുടെ ആവുമ്പോൾ മുക്കിലും മൂലയിൽ എന്നുള്ളതിൽ നിന്ന് മുക്കദമാണ് ഗ്രാമങ്ങളുടെ തലവൻ അറിയപ്പെട്ടിരുന്നത്. ഇനി കേന്ദ്ര ഭരണത്തിലേക്ക് വരുമ്പോൾ അവിടെ സൈന്യത്തിന്റെ ചുമതലയുണ്ടായിരുന്ന ആളെ പേരെന്താണ്? സൈന്യത്തിന്റെ ചുമതല മമാലിക്കാണ്. മാലിക് എന്ന് പറഞ്ഞ മനുഷ്യൻ എന്നല്ല അർത്ഥം. നമ്മ സൈന്യത്തിൽ കുറെ മനുഷ്യന്മാരൊക്കെ ഉണ്ടാവില്ല. അപ്പൊ മമാലിക്കാണ് സൈന്യത്തിന്റെ തലവൻ അറിയപ്പെട്ടിരുന്നത്. ധനകാര്യമാകുമ്പോൾ അത് വസീർ എന്നായിരുന്നു. ധനകാര്യം വസീർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. നീതിന്യായം എന്ന് പറയുന്നത് മുഖ്യ സദർ എന്നാണ് ആ ഉദ്യോഗസ്ഥന്റെ പേര്. നീതിന്യായം മുഖ്യ സദർ ആണ്. രാജകീയമായിട്ടുള്ള കത്തിടപാടുകള് ദിവാനി ഈ ഇൻഷയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതുവരെ പഠിക്കാനുള്ളത്. അടുത്തത് മുഗൾ സാമ്രാജ്യത്തിന്റെ ഭരണ സംവിധാനം തൊട്ട് നമ്മൾ പിന്നെ ബ്രിട്ടീഷുകാർ നമുക്കിവിടെ കുറെ ആക്ടുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. 1773 റെഗുലേറ്റിംഗ് ആക്ട്, പിന്നെ പിറ്റ്സ് ഇന്ത്യ ആക്ട്, പിന്നെ കുറെ ചാർട്ടർ ആക്ടുകൾ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിനെ കുറിച്ചൊക്കെ നമുക്കൊന്ന് ഓടിച്ച് പഠിച്ചു പോകണം. അപ്പൊ അടുത്ത ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് ഇപ്പൊ എടുത്ത കാര്യങ്ങൾ കൃത്യമായി പഠിച്ചു പോകുക. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് സമയമേ ഉള്ളൂ, അല്ലെങ്കിൽ എല്ലാം കൂടി കൺഫ്യൂഷൻ ആവും. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ നിർത്തുന്നു. നന്ദി.